कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा ഭവനപുരേഷൻ की जय, ഓം ശ്രീ മാത്രേ നമഃ, ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഹൃദയം നമിക്കുന്ന രൂപം, തൃപ്പാദ പൂജയ്ക്ക് പുണ്യം ചുരത്തുന്ന മണിവേണൂതുന്ന രൂപം, ജീവപ്രപഞ്ചം കൊതിക്കുന്ന രൂപം. ദേവന്റെ തിരുനാമ പുണ്യമേ ഭാഗ്യം, നാരായണീയത്തിൽ വഴിയുന്ന കണ്ണന്റെ കൈശോരവേഷമേ ഭാഗ്യം, ദിവ്യ കൈശോരവേഷമേ ഭാഗ്യം. ഹരിദേവദർശന ഭാഗ്യം, ദിവ്യ ഹരിദേവദർശന ഭാഗ്യം. ഗുരുവായൂർ ശ്രീലകം മരുവുന്ന കണ്ണന്റെ തൃപ്പാദ പൂജയെ ഭാഗ്യം, ഹരിപാദ പൂജയെ ഭാഗ്യം. ഹൃദയം കൊതിക്കുന്ന രൂപം, ഭക്തഹൃദയം നമിക്കുന്ന രൂപം, തൃപ്പാദ പൂജയ്ക്ക് പുണ്യം ചുരത്തുന്ന മണിവേണൂതുന്ന രൂപം, ജീവപ്രപഞ്ചം കൊതിക്കുന്ന രൂപം. ഹരേ കൃഷ്ണ. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മളെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി അല്ലേ? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തിൻ്റെ മുകളിലായി അല്ലേ നമ്മൾ കണ്ടിട്ട്. മാർച്ച് 7-നാണെന്ന് തോന്നുന്നു അവസാനമായിട്ട് നമ്മൾ കണ്ടത്. സാരമില്ല, കുറച്ച് പണികളുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്ക് വന്നോ?
ഗ്രൂപ്പിൽ ലിങ്ക് വന്നാൽ എല്ലാവരും ഓടി വരും. ശാന്ത മാതാജി ഗ്രൂപ്പിൽ വന്നോ ലിങ്ക്? നോ കമന്റ്സ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു. ആശാ മാതാജി പറയുന്നു വന്നു എന്ന്. ശരി, അപ്പം എല്ലാവരും എത്തട്ടെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ദിവസമായല്ലേ കിച്ചൂട്ടനെയും രാധാറാണീനെയും ഒക്കെ കണ്ടിട്ട്. കണ്ടോളൂ. വിജയ മാതാജി ഞാനല്ല തന്നത്. ഞാൻ പാക്ക് ചെയ്ത് അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഞാനല്ല തന്നത്. മഞ്ജരീസിലൂടെ ആരോ തന്നതാണ്. മാതാജിക്ക് ആരാ ഗീത തന്നതെന്നുള്ളത് നമ്മൾ നോക്കണം, ആരാ തന്നേന്ന്. ഗീത ദാനം ചെയ്യാൻ പറഞ്ഞ് മഞ്ജരീസിലേക്ക് പറയും, നമ്മളത് അയച്ചു കൊടുക്കും. അപ്പോൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് ആരാണോ ദാനം തന്നത് അവർക്ക് എന്താ പറയുക, കിട്ടുന്ന ആൾക്ക് തന്ന ആൾക്ക് കിട്ടുന്ന ആളുടെയും നമ്പർ ഷെയർ ചെയ്യും. പരസ്പരം അവർ മനസ്സിലാക്കും, ഇന്ന ആളാണ് ഗീത തന്നത് എന്നുള്ളത്. അങ്ങനെയാണ് ഗീതാദാനം മഞ്ജരീസിലൂടെ. ഇപ്പം ഞാൻ ഒരാൾക്ക് ഗീത കൊടുക്കുകയാണെങ്കിൽ, പുഷ്പ മാതാജിക്ക് ഗീത കൊടുക്കുകയാണെങ്കിൽ എൻ്റെ നമ്പർ പുഷ്പ മാതാജിക്കും കൊടുക്കും, പുഷ്പ മാതാജിയുടെ നമ്പർ എനിക്കും തരും. അങ്ങനെയാണ് നമ്മൾ ഗീതാദാനം ചെയ്യുന്നത്. കാരണം കൊടുക്കുന്ന ആൾ അറിയണം ആരാണ് തന്നിരിക്കുന്നതെന്ന്, വാങ്ങിക്കുന്ന ആളും അറിയണം ഇത് ആരാണ് തന്നിരിക്കുന്നത് എന്ന്. സോ അതുകൊണ്ട് പരസ്പരം നമ്മൾ കണക്ട് ചെയ്തിട്ട് മാത്രമേ ഗീത ദാനം ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം വിജയ മാതാജി ഗീത ലഭിച്ചു എന്നറിഞ്ഞതിൽ. അങ്ങനെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് മാതാജി ഗീത കിട്ടിയെന്ന്. ഇനി ഒരു 3-4 ആൾക്ക് കൊടുക്കാനുണ്ട്, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമസ്തേ സ്വാമി കിശേഷ് ദളപത്തി കുംഭകോണം. അപ്പം എന്താ പറയുക, അങ്ങനെ എല്ലാവർക്കും ഗീതയൊക്കെ കിട്ടട്ടെ. ഗീത വായിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഭൗതികതയിലും ആത്മീയതയിലും എല്ലാ അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ. പിന്നെ നമ്മൾ വിഷ്ണു സഹസ്രനാമം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് വിഷ്ണു സഹസ്രനാമം ഇഷ്ടമായി എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്. ചില സമയങ്ങളിൽ ചില വാക്കുകളൊക്കെ തെറ്റിപ്പോവും, ക്ഷമിക്കണം. മനഃപൂർവ്വമല്ല. ആരും ഈ ലോകത്ത് പൂർണ്ണമായ അറിവ് നേടിയവരില്ല. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ സംഭവിക്കാം. അതൊക്കെ എന്താ പറയുക, ക്ഷമിച്ച് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ പഠിച്ച് മുന്നോട്ട് പോവാം. സതി മാതാജി ഇന്ന് ഗുരുവായൂർ പോയി, ഭയങ്കര തിരക്ക്, പുറത്ത് നിന്ന് കണ്ണനെ കണ്ടു പോരേണ്ടി വന്നു. സാരമില്ലെന്നേ, ഭഗവാന്റെ മണ്ണിൽ നമുക്ക് കാല് കുത്താൻ സാധിച്ചാൽ തന്നെ അത് തന്നെ എത്രയോ കോടി ജന്മത്തിന്റെ പുണ്യമായിട്ട് കരുതുക. ഭഗവാൻ നമ്മളെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. നമ്മൾ അവിടെ എത്തി, ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മൾക്ക് കിട്ടി. അദ്ദേഹം അനുഗ്രഹം നൽകിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ സാധിച്ചത്. അത്ര തന്നെ, അതന്നെ എത്രയോ ജന്മത്തിന്റെ പുണ്യം. പിന്നെ പതിവ് പോലെ മഞ്ജരീസ് ആസുതി രതീഷ് ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 93 42 49 49 41. നിങ്ങളുടെ വിലയേറിയ കമൻസ് ഒക്കെ മഞ്ജരീസിന്റെ വാട്സപ്പിലേക്ക് ഇടുക. എല്ലാ മെസ്സേജസും നോക്കിക്കഴിഞ്ഞു. ആശ കിച്ചൂട്ടനെയും രാധാറാണിയും കാണുമ്പോൾ കരച്ചിൽ വന്നു പോകുന്നു മാതാജി. എന്തിനാ ഭഗവാനെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് വേണ്ടത്. പക്ഷേ ആശ ഇപ്പം എന്നെയും കൂടെ കരയിപ്പിക്കുന്ന തോന്നണം. സന്തോഷമാണ്, അതിലുപരി നമുക്ക് സങ്കടം തോന്നും. കാരണം എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ തെറ്റുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ആ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. ആർക്കും ഈ ലോകത്ത് വേണ്ടാത്ത ജന്മങ്ങളായി നമ്മൾ മാറുമ്പോഴും, ആരൊക്കെ നമ്മുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചാലും ശരി, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ശ്രീകോവിൽ ഒരിക്കലും നമ്മളുടെ മുമ്പിൽ അടയുന്നില്ല. അതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. എത്ര കാലം നമ്മൾക്കൊപ്പം നിന്നാലും, എത്ര കാലം ഒരുമിച്ച് ജീവിച്ചാലും കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ കണ്ടെത്തി നമ്മളെ വേദനിപ്പിക്കാൻ മാത്രമേ ചുറ്റുപാടും ആളുകളുള്ളൂ. അത് കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും ജോലിസ്ഥലത്തായാലും എവിടെയായാലും. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ തെറ്റുകളിൽ നമ്മളെ മാറ്റി നിർത്താത്ത ഒരേ ഒരു സത്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ഗുരുവായൂരപ്പനെ ഭജിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും ഒക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക സ്പേസ് ഇന്ന് ഈ ലോകത്ത് ഉണ്ട്. അത് മഞ്ജരീസിലൂടെ ക്ലാസ്സുകളിലൂടെ മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ക്ലാസ്സിലൂടെ അല്ലേ, ഒത്തിരി പേരുടെ ക്ലാസ്സുകളിലൂടെ നമ്മൾ ഭഗവാനെ അടുത്തറിയാനുള്ള ഒരു സാഹചര്യം കിട്ടി. ഇതൊന്നും ഇല്ലാത്ത, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു തലമുറ നമ്മൾക്ക് പിന്നിലുണ്ടായിരുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അതിൽ നിന്നൊക്കെ എത്രയോ നല്ല ഒരു പൊസിഷനിലേ നമ്മൾ നിൽക്കുന്നത്.
അപ്പൊ അതിന് ഭഗവാനോട് എന്നെന്നും നന്ദി പറയാം. നമ്മളുടെ ഇല്ലായ്മകളല്ല അദ്ദേഹത്തിനോട് പറയേണ്ടത്. നമ്മൾക്ക് കേൾക്കാൻ ഒരു കാത് തന്നു, കാണാൻ ഒരു കണ്ണ് തന്നു, രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നാവ് തന്നു, ശരീരം നൽകി. സാമ്പത്തികം എന്ന് പറയുന്ന ഒരു വിഷയമല്ല, അത് ഇന്ന് വരും നാളെ പോവും. എവിടെയും സ്ഥിരതയില്ലാത്ത ഒന്നാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്നും ചിന്തിക്കേണ്ട, അതൊക്കെ ഭഗവാൻ ശരിയാക്കി തരും. എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ ശരിയാക്കി തരും. നമ്മൾ ഈ ലോകത്തെല്ലാം കെട്ടിപ്പടിക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകണില്ലല്ലോ. ഒരുപക്ഷെ കുറച്ചുകൂടി എന്താ പറയുക, കുറേ സ്വത്തും കിട്ടി. മാതാജി പ്രദീപ് ശിശുപാലൻ പ്രഭുവിന് ഒരു സാലറി കൂടി കിട്ടി. ഓ സൂപ്പർ. അപ്പോൾ കുറെ മാസത്തെ പരിഭവം തീർന്നു മാതാജിക്ക്. കിച്ചൂടെ അനുഗ്രഹിച്ചു. പോരെ, ഇനി എന്താ വേണ്ടേ? പാവം വെളിയിലാണ്. ഒരുപാട് പ്രീതി മാതാജി കഷ്ടപ്പെട്ടു. എത്രയോ മാസങ്ങളായിട്ട് അവർക്ക് എന്താ പറയാ ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒത്തിരി, എനിക്ക് തോന്നുന്നു ഒരു 7 മാസത്തിന്റെ മുകളില് പാവം എന്നും വിഷമം പറയും. അവസാനം എന്തായി, നമ്മൾ കിച്ചൂട്ടന്റെ മുമ്പിൽ അങ്ങ് സമർപ്പണം ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ഇത് കിച്ചൂട്ടനെ ഇതോടുകൂടി റെഡിയാക്കുന്നു. എന്തായാലും മാതാജി 2ാമത്തെ സാലറി വന്നു അല്ലേ, ഒരുപാട് സന്തോഷം. അതും ഈ യുദ്ധകാലത്ത് ഒരുപാട് സന്തോഷം മാതാജി. നന്നായിരിക്കട്ടെ. ഉഷ മാതാജി പറയുന്നു, ഞാൻ ആദ്യമായാണ് മാതാജിയുടെ ലൈവ് ക്ലാസ്സിൽ വരുന്നത്. സന്തോഷം. ഹരേ കൃഷ്ണ ഉഷ മാതാജി. മാതാജി മറന്നില്ല കേട്ടോ, മറക്കില്ല. മറന്നാൽ ഗുരുവായൂരപ്പൻ ഷാജി പ്രഭു എന്താ മാതാജി മറക്കില്ല. മോന് സാധിക്കുമ്പോഴൊക്കെ കയറും കേട്ടോ, ഒന്നും കുഴപ്പമില്ല. ആയിക്കോട്ടെ മാതാജി, ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും നിങ്ങൾക്ക് കിച്ചൂട്ടനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉണ്ടാവുന്ന ഓരോ എന്താ പറയുക, ഞാൻ മാത്രമല്ല നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞ് അത് നടന്നു മാതാജി, അത് ശരിയായി എന്ന് പറയുമ്പോൾ അത് ഗ്രൂപ്പിലിട്ട് ആ സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. നിങ്ങളൊക്കെ ഹാപ്പി ആയിരുന്നാൽ നമ്മളും ഹാപ്പിയാണ്. കാരണം നിങ്ങളൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്കും സങ്കടം തന്നെയാണ്. അയ്യോ അവർ വിഷമിക്കുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട്. സോ അതൊന്നും ഇല്ലാതെ ശാന്തിയായി സമാധാനമായിട്ട് ഇരിക്കട്ടെ. യെല്ലോ കളർ സൂപ്പർ മാതാജി, ഭഗവാന്റെ കളറല്ലേ, അതുകൊണ്ട് തന്നെയാണ് അതന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മറ്റു വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. മാക്സിമം ക്ലാസ് ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച എല്ലാവർക്കും അറിയാലോ, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അന്നപൂർണേശ്വരിയുടെ ദിവസമാണ്. വളരെ നല്ല ദിവസമാണ്. സുഖം രാജേഷ് പ്രഭു. വളരെ നല്ല ദിവസമാണ്. പിന്നെ നമ്മുടെ വേദവ്യാസ മുനി അദ്ദേഹം അവതരിച്ച ദിവസമാണ്. അദ്ദേഹം സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. വേദങ്ങളെ 4ആയി പകുത്ത് ഇത്രയധികം അറിവ് നൽകിയതും നമ്മുടെ മഹാഭാരതത്തിലൂടെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു സഹസ്രനാമം പോലെയുള്ള ഒരു അതീവ രഹസ്യം നമ്മൾക്ക് നൽകിയതും എല്ലാം എന്താ പറയാ നമ്മുടെ വേദവ്യാസ മുനിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമ്മള് ആ ദിവസം ഒരു 108 പേർക്ക് മഞ്ജരീസിലൂടെ എന്താ ചെയ്യുന്നത്, അന്നദാനം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ പങ്കാളികളാവാം. ലൈവ് ഇട്ട് കൊടുക്കും. എല്ലാവരും കാണുന്നുണ്ടല്ലോ എത്രയോ പേര് വിശന്നിരിക്കുന്നതൊക്കെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പാവങ്ങളുടെ വിശപ്പും അവർക്ക് വസ്ത്രവും എല്ലാം നൽകാം. വെള്ളിയാഴ്ച കുറച്ച് പേരുടെ വസ്ത്രദാനം ഉണ്ട്. അപ്പൊ അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുമ്പേ തന്ന വസ്ത്രങ്ങളാണ്. അപ്പൊ വസ്ത്രം, പിന്നെ കുറച്ച് പേർക്ക് നൈറ്റി, ഇൻസ്കേർട്ട് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അന്നദാനം 108 പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ ലൈവൊക്കെ കാണാം. നമ്മളുടെ ഭക്ഷണമൊക്കെ എല്ലാവരും കണ്ടതല്ലേ, എങ്ങനെയാ പാക്കിങ്, എന്തൊക്കെ ഫുഡാന്നുള്ളത്. കാത്തിരിക്കും അവര്, കുറച്ച് നാളായിട്ട് പോയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങള്. പിന്നെ പൊതുവേ ഗുരുവായൂർ ഇപ്പം കുറച്ച് കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. കുറെ പേര് തല്ലുന്നു അല്ലെങ്കിൽ കടത്തി വിടുന്നു. നമ്മൾ ഇതിലൊന്നും എന്താ പറയാ തല വെക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ കണ്ണിൽ തെറ്റെന്ന് തോന്നുന്നതിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഉള്ളിലൂടെയുള്ള ശരികൾ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ ശരിയെന്ന് തോന്നുന്നതിന്റെ പിന്നിൽ വലിയ തെറ്റുകൾ ഉണ്ടാവാം. സ്വാഭാവികം. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. കാരണം എല്ലാ ചിരിക്കുന്ന മുഖങ്ങളും ശരിയായിക്കോണമെന്നില്ല. എല്ലാ കരയുന്ന മുഖങ്ങൾക്ക് പിന്നിലും യാഥാർത്ഥ്യ ദുഃഖം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സദാ ഈശ്വരനാമം, അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗുരുവായൂർ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ഗാർഡന്മാര്, അവരെ കുറിച്ച് ഞാൻ പറയല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഓപ്പണായിട്ടൊരു കാര്യം പറയാണ്. വലുതായിട്ടൊന്നും എനിക്ക് അതിലൊരു അഭിപ്രായം പറയാൻ താല്പര്യമില്ല. കാരണം അവര് കുറച്ചും കൂടി അങ്ങനെ റൂഡായി നിന്നാലേ കുറച്ച് കാര്യങ്ങളുള്ളൂ. കാരണം ഞാൻ വളരെ അടുത്തറിഞ്ഞത് കൊണ്ട് ഞാൻ പറയാണ് കേട്ടോ. ഒത്തിരി പേര് പുറത്തു നിന്ന് വരുന്നവരൊക്കെ മദ്യപിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. സീരിയസ്ലി ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് വേണ്ടാധീനങ്ങളൊക്കെ അവിടെ നടക്കും. അപ്പൊ അതുകൊണ്ടാണ് അവർ അത്രയും അലേർട്ടായിരിക്കുന്നത്. മനസ്സിലായില്ലേ? വളരെ അലേർട്ടായിരിക്കാനുള്ള കാരണം അതാണ്. പക്ഷെ അതിൽ തന്നെയും ചിലപ്പം ഒന്നും അല്ലാത്തവർക്കും ചിലപ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരും. വട്ടവർ എന്തോ ആവട്ടെ.
സാരമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നമ്മൾ എല്ലാം ഒരു കർമ്മഫലം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. കാരണം നമ്മൾ കുറേ പേര് ലൈൻ നിൽക്കുന്നു, കുറേ പേര് കയറിപ്പോകുന്നു, ഇതൊന്നും ചിന്തിക്കേണ്ട. ഭഗവാൻ അദ്ദേഹത്തെ കാണാൻ ഓരോരുത്തർക്കും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം എന്തേ ഒരു മിനിറ്റ്, അതെ ബിന്ദമ്മ അങ്ങോട്ടല്ല ഓടേണ്ടത്, ചേട്ടനെ വിളിച്ചേ, ഒറ്റ സെക്കൻഡേ. അത് ടെൻഷൻ അടിക്കണ്ട. ബാക്കിലിട്ട എക്സോസ്റ്റ് പൈപ്പില്ലേ, ആ പൈപ്പ് എടുത്ത് ഇതിലേക്ക് ഇട്ടോ, കറിവേപ്പില ചെടിയുടെ. ഒന്ന് നോക്കി നോക്ക്, അത് അവിടെ വെള്ളം ബ്ലോക്ക് ആയിട്ടാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത്. പേടിച്ചോ? AC-ന്ന് വെള്ളം വന്നപ്പോഴേക്കും ബിന്ദുമങ്ങ് പേടിച്ച് ഓടണ്. അത് വെള്ളം പൈപ്പ് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും, അതാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് പോവുക, അത്രയേ ഉള്ളൂ. എല്ലാം ശരിയാവുന്നേ. എല്ലാത്തിനും പോയി പ്രതികരിക്കാൻ നിന്നാൽ പിന്നെ അതിനെ സമയം കാണും. പിന്നെ നമ്മുടെ യൂട്യൂബിലൂടെ ക്ലാസ് കാണുന്നവരുടെ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഒത്തിരി സന്തോഷം. അതെ, അമ്പലനടയിൽ നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റുന്ന തന്നെ ഭാഗ്യം, ആ മണ്ണ് ചവിട്ടാൻ സാധിക്കുന്ന തന്നെ ഭാഗ്യം. അപ്പം അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല, സ്വസ്ഥമായിട്ടിരിക്കുക. ബിന്ദമ്മ അവിടെ വെച്ച് തുളസി നന്നാക്കരുത്. നമ്മൾ കിടക്കുന്ന ബെഡല്ലേ അത്. അപ്പം എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം, വിഷ്ണു സഹസ്രനാമത്തിലേക്ക് അല്ലേ. 10 ശ്ലോകം വരെ നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് 11ാമത്തെ ശ്ലോകമാണ്. അപ്പം 11ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എടുത്തോ. ബിന്ദുമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചാക്ക് തുളസി നന്നാക്കുന്നുണ്ട്, അതിലെന്തോ AC-ന്ന് വെള്ളം വീണെന്നും പറഞ്ഞിട്ട് ഇതേ ബിന്ദമ്മ ഇങ്ങോട്ട് തിരിഞ്ഞേ. പേടിച്ചു പോയി. AC-ന്ന് വെള്ളം വന്നെന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഓടുന്നു. ഇവിടെ ചൂട് കൂടുതലല്ലേ, അതാണ് ഭയങ്കര ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എടുത്തു വെക്കൂ, വിഷ്ണു സഹസ്രനാമം എടുത്തു വെക്കൂ. ഇനി നമ്മൾ 11ാമത്തെ ശ്ലോകം. ഞാൻ ഓരോ വേർഡുകളായിട്ട് എടുത്തെടുത്ത് പറയുന്നതിൽ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം എന്താ പറയുക, ആദ്യമായിട്ട് വായിക്കുന്നവരൊക്കെ ഉണ്ടാവും, അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യമായിട്ട് വായിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട് അവർക്കൊന്ന് വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. നിന്നില്ലേ? അവിടെ ബ്ലോക്ക് ആയതല്ലേ വെള്ളം? ഇപ്പൊ ആ പൈപ്പിലൂടെ വെള്ളം പോണില്ലേ? ഇനിയൊന്നും ഉണ്ടാവില്ല, കഴിഞ്ഞല്ലോ. നിന്നു. അത് ആ പൈപ്പ് അവിടെ ബ്ലോക്ക് ആയപ്പോഴേ പുറത്തേക്ക് പോകേണ്ട വെള്ളം അകത്തേക്ക് എടുത്തതാ, ഔട്ട്ഡോറിൽ പോകേണ്ടത് ഇൻഡോറിലേക്ക് എടുത്തതാ. ബിന്ദുമ്മ പേടിച്ച് ഓടുമായിരുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ ശ്രദ്ധിക്കാം. അജ ശ്രദ്ധിച്ച് കേൾക്കൂ കേട്ടോ. 11ാമത്തെ ശ്ലോകമാണ്. അജ സർവേശ്വര, അജ സർവേശ്വര സിദ്ധഃ, അജ സർവേശ്വര സിദ്ധഃ സിദ്ധി. കിട്ടിയോ? സർവാധി. നമുക്ക് ഇങ്ങനെ പഠിക്കുമ്പം അതിൻ്റെ ഓരോ വേർഡിൻ്റെയും അർത്ഥം പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് അർത്ഥമുള്ള വാക്കുകൾ ഞാൻ വിഭജിച്ച് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നതാണ്. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാധി, അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാധി അച്യുത. സർവാധിരച്യുത എന്നാണ് പുസ്തകത്തില്, പക്ഷെ അതിന്റെ അർത്ഥം പറഞ്ഞു വരുമ്പം സർവാധി അച്യുത. പിന്നെ വൃഷാഖബി അമേയാത്മ. വായിച്ചു വരുമ്പോ വൃഷാഖബിരമേയാത്മ എന്ന് വരും. പക്ഷെ ആ വേർഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുമ്പോൾ വൃഷാഖബി അമേയാത്മ. നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തെടുത്ത് പറയുന്നത്. വൃഷാഖബി അമേയാത്മ സർവയോഗ
വിനിസൃത. സർവയോഗ വിനിസൃത. ഇതാണ് നമ്മളുടെ 11ാമത്തെ 2 ലൈൻസ്. ഇനി ഇത് വായിക്കുന്ന സമയത്ത് അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാധിരച്യുത. ഉത്തരക്കുട്ടി ഓക്കെ കണ്ണ, നാളെ എക്സാം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗുരുകുലം ക്ലാസ്സിൽ കാണാം. വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഏപ്രിൽ 1 മുതൽ. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാധിരച്യുത വൃഷാഖഭിരമേയാത്മാ. അപ്പൊ നമ്മൾ അർത്ഥം പഠിക്കുമ്പോൾ വൃഷാഖഭി എന്ന് പഠിക്കും, പിന്നെ അമേയാത്മ എന്ന് പഠിക്കും. അപ്പൊ ഇതിന് രണ്ടിന്റെയും ഇടയിൽ ഒരു രാ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. സർവയോഗ വിനിസൃത കിട്ടിയില്ലേ? ഇനി അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം സ്വീകരിക്കാത്തവൻ എന്നർത്ഥം. അജ എന്ന് പറഞ്ഞാൽ ജന്മം സ്വീകരിക്കാത്തവൻ. ഭഗവാൻ എവിടുന്ന് ജനിച്ചു നമുക്കറിയും? അറിയില്ല. ഭഗവാന്റെ അവതാരങ്ങളിലും ലീലകളിലും അദ്ദേഹത്തിന് അമ്മയുണ്ട്. അല്ലാതെ നോക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ? ആദിയുമില്ല അന്തവുമില്ല, ഇല്ലേ? തുടക്കവുമില്ല ഒടുക്കവുമില്ല അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ടാണ് അജ എന്ന് പറയുന്നത്. അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം സ്വീകരിക്കാത്തവൻ എന്നർത്ഥം. യശോദാമ്മയും ദേവകി മാതാവും ഒത്തിരി അമ്മമാരുണ്ട്, കൂറൂരമ്മയും ഒക്കെ ഭഗവാന്റെ അമ്മ തന്നെ. പക്ഷേ അതുപോലെ ഒരുപാട് ഭക്തന്മാര് ഭഗവാന്റെ അമ്മയായിട്ടിരിക്കുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ അവതാരങ്ങളിൽ വന്ന അമ്മമാര്. അല്ലാതെ ആ അഖില കോടി ബ്രഹ്മാണ്ഡ നായകന്റെ അമ്മ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ ആരാണ് നമുക്ക് അറിഞ്ഞൂടാ. ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ജന്മം സ്വീകരിച്ചവനല്ല നമ്മുടെ ഭഗവാൻ. എല്ലാം അദ്ദേഹത്തിൽ തന്നെ ഉള്ളതാണ്. നമ്മളെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അജ എന്ന് പറഞ്ഞാൽ ജന്മം സ്വീകരിക്കാത്തവൻ എന്നർത്ഥം. സർവേശ്വര എന്ന് പറഞ്ഞാൽ എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനായിരിക്കുന്നവൻ. എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനായിരിക്കുന്നു ആര്? ഭഗവാൻ. അതുകൊണ്ടാണ് അജ സർവേശ്വര എന്ന് പറയുന്നത്. ജന്മം സ്വീകരിക്കാതെ എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനായിട്ടുള്ളവനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഭഗവാൻ എന്ന് വിളിക്കുന്നു. ഇനി സിദ്ധ, അജ സർവേശ്വര സിദ്ധ. സിദ്ധ എന്ന് പറഞ്ഞാൽ നിത്യസിദ്ധസ്വരൂപൻ. നിത്യവും അദ്ദേഹം സിദ്ധസ്വരൂപനാണ്. ഏതൊരു പ്രശ്നത്തിനും സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിങ്കിൽ എന്തുണ്ട്? ഉത്തരമുണ്ട്. അവിടെ ഉത്തരമില്ലാത്ത ഒരു ചോദ്യവുമില്ല. എല്ലാത്തിനും അവിടെ ഭഗവാന്റെ അടുത്ത് എന്തുണ്ട്? ഉത്തരവുണ്ട്. നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് ഗുരുവായൂരപ്പ ഞാൻ എന്തോരം അങ്ങേ വിളിക്കുന്ന എന്റെ കാര്യം നടക്കുന്നില്ല എന്ന്. സമയമാകുമ്പോൾ അത് നടത്തിത്തരും ഭഗവാൻ, യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ കൃത്യം 3 മണിക്ക് മഞ്ജരീസിന്റെ ഗ്രൂപ്പിൽ വരാറില്ലേ ഒരു ഭഗവാന് നമ്മളോട് എന്താ പറയാനുള്ളത്? അത് ഭഗവാൻ വീഡിയോ ആയിട്ട് വന്ന് പറയുന്നില്ലേ? കാണാറുണ്ടോ? അത് കൃത്യം 3 മണിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ 3 മണിക്ക് നട തുറക്കുന്നു. നമ്മുടെ മഞ്ജരീസിൽ 3 മണിക്ക് ഭഗവാന്റെ വീഡിയോ വരുന്നു. അതിൽ ഭഗവാൻ എന്ത് പറയുന്നു? ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ ദിവസവും ഭഗവാൻ നല്ല ഭംഗിയായിട്ട് അദ്ദേഹം നമ്മൾക്ക് എന്ത് തരുന്നുണ്ട്? ഒരു വീഡിയോ മെസ്സേജ് തരുന്നുണ്ട്, ഇല്ലേ? നമ്മൾ കണ്ണ് തുറന്ന് മഞ്ജരീസിന്റെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ ആ ഗ്രൂപ്പിൽ ഉണ്ടാവും ഭഗവാന്റെ വാക്കുകൾ. അതങ്ങ് കേട്ട് കഴിഞ്ഞാൽ ആ ദിവസം അങ്ങ് വളരെ മനോഹാരിതയാണ്, അല്ലെ? എത്ര പേർക്ക് അത് നല്ലൊരു അനുഭവമായി കിട്ടി? കൃത്യം 3 മണിക്ക് ഞാൻ ആദ്യം കണ്ണ് തുറന്ന് 2:59, 2:55 ഒക്കെ ആകുമ്പോൾ ഞാൻ കണ്ണ് തുറന്നാൽ ആദ്യത്തെ എൻ്റെ ജോലി അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. കൃത്യം 3 മണിക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അത് കിട്ടിയിട്ടുണ്ടാവും, ശരിയല്ലേ? ഒരു 2:45 ആകുമ്പോഴേക്ക് ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്ന് കുറച്ച് നേരം ഇരിക്കും. പിന്നെ മഞ്ജരീസിൽ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ കാണട്ടെ എന്ന് കരുതി 3 മണിയാകുമ്പോൾ അങ്ങ് പോസ്റ്റ് ചെയ്യും. സന്തോഷമല്ലേ ആ വീഡിയോ കിട്ടുന്നത്? ഓരോ ദിവസവും ഭഗവാൻ നമ്മളോട് പറയുന്ന ഓരോ മെസ്സേജുകൾ, ഇല്ലേ? പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഭഗവാൻ ഉറങ്ങുന്ന ഒരു വീഡിയോ. എന്ത് രസമല്ലേ അദ്ദേഹം കിടന്ന് ഉറങ്ങുന്നത് കാണാൻ. അങ്ങനെ ഒത്തിരി അറിവുകളോടെയല്ലേ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് പോകുന്നത്. അപ്പൊ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. ഒരുപാട് കാര്യങ്ങൾ, അറിവുകൾ എല്ലാം അതിലൂടെ നമുക്ക് ലഭിക്കും, ശരിയല്ലേ? അപ്പോ ഇവിടെ അജ സർവേശ്വര സിദ്ധ സിദ്ധി എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ജന്മം സ്വീകരിക്കാതെ എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരനായിരിക്കുന്ന നിത്യസിദ്ധ സ്വരൂപനായിരിക്കുന്ന. സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ വസ്തുക്കളിലും ജ്ഞാനസ്വരൂപനായിട്ടുള്ളവൻ. എല്ലാ വസ്തുക്കളിലും ജ്ഞാനസ്വരൂപനായിരിക്കുന്നു ഭഗവാൻ. നിന്നിലുമുണ്ട്, എന്നിലുമുണ്ട്, നമുക്ക് ചുറ്റിലുമുണ്ട്.
ഭഗവാൻ എല്ലാവരിലും ഉണ്ട്. ഞാൻ മാത്രം ഭഗവാനെ ആരാധിക്കുന്നു, നീ മാത്രം ഭഗവാനെ ആരാധിക്കുന്നു, അങ്ങനെയില്ല. എല്ലാവരിലും ഭഗവാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സർവ്വജീവജാലങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. മനസ്സിലാവുന്നത്? എല്ലാ ജീവജാലങ്ങളോടും ഒരു കാരുണ്യം, ഒരു മമത ഉണ്ടാവണം. അതാണ് വേണ്ടത്. ഞങ്ങൾ ഗുരുവായൂരപ്പന്റെ ആൾക്കാർ, നിങ്ങൾ ഇന്ന ആൾക്കാർ എന്ന് ചിന്തിക്കരുത്. എല്ലാവരിലും അദ്ദേഹമുണ്ട്. എല്ലാ വസ്തുക്കളിലും ജ്ഞാനസ്വരൂപനായിരിക്കുന്ന, സകലത്തിന്റെയും ഫലസ്വരൂപനായിരിക്കുന്ന, എല്ലാത്തിലും ഭഗവാൻ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ സിദ്ധി എന്ന് പറയുന്നു. നമ്മൾ എല്ലാത്തിലും ഭഗവാൻ നിറഞ്ഞാടിക്കൊണ്ടിരിക്കണം. ഭഗവാൻ ഇല്ലാതെ ഒന്നുമില്ല. ഈ ലോകത്ത് ജീവനുള്ള എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിലും ഭഗവാനുണ്ട്. ഇനി ജീവൻ ഇല്ലാത്തത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാന്റെ സൃഷ്ടികളുമാണ്. അടുത്ത എന്താ? സർവാധി എന്ന് പറയുന്നുണ്ട്. അജസർവേശ്വര സിദ്ധ സിദ്ധി ഇതുവരെ നമ്മൾ പഠിച്ചു. ഇനി സർവാധിരച്യുത. എന്താണ് സർവാധി എന്ന് പറഞ്ഞാൽ? സർവഭൂതങ്ങളുടെയും ആദി കാരണമായിരിക്കുന്നവനെ സർവാധി എന്ന് പറയുന്നു. ഭൂതം എന്ന് പറഞ്ഞാൽ എന്താ? പ്രേതാണോ? അല്ല. ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതെല്ലാം, എന്തെല്ലാം ജന്മമെടുത്ത് എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ സർവഭൂതങ്ങളാണത്. ഓക്കെ, അപ്പം സർവഭൂതങ്ങളുടെയും ആദി കാരണമായവനാണ് ഭഗവാൻ. എല്ലാത്തിൻ്റെയും തുടക്കത്തിന് കാരണം, ജന്മത്തിന് കാരണം ഭഗവാനാണ്. ഞാൻ എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. കാരണം ഞാൻ എന്ന് പറയുന്നത് ഒരു സീറോ ആണ്. നമ്മൾ എന്ന് പറയാൻ പഠിക്കണം. നമ്മൾ എന്ന് പറയുന്നത് എപ്പോഴാ? നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ എന്ന് വന്നു പോവും, പോട്ടെ, സാരല്ല, അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ്. പക്ഷെ തിരിച്ചറിവുണ്ടാവുക, ഞാനല്ല നമ്മളാണ്. കാരണം എന്താ? ഞാൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്. എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തികൾ എന്തെന്ന് പറയും? നമ്മൾക്ക് മതി, നമ്മളാണ്, നമ്മുടെ എന്ന് പറയണം. ഞാൻ എന്ന ഭാവം അഹങ്കാരമാണ്. അത് നമുക്ക് വേണ്ട, അല്ലേ? നമ്മൾക്കത് ആവശ്യമില്ല. നമ്മളാണ്, നമുക്ക്, നമ്മുടേത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ എന്ന് പറയും. ഞാൻ എന്ന അഹങ്കാര ഭാവത്തിൽ ജീവിക്കുന്നവൻ നശിച്ചു പോവുകയുള്ളൂ. അത് നമ്മുടെ സനാതന ധർമ്മത്തിൽ ഇല്ല. സനാതന ധർമ്മത്തെ ആധികാരികമായി അംഗീകരിക്കാത്തവരാണ് ഞാൻ എന്ന വാക്ക് സ്വീകരിക്കുന്നത്. എന്തും നടക്കും, എന്തും ചെയ്യും, എന്നെ കൊണ്ട് എന്തും പറ്റും. പക്ഷെ ഒന്നും നടക്കില്ല. വേസ്റ്റ് ചിന്താഗതിയാണ്, എവിടെ എത്തൂല. അപ്പൊ നമ്മളും മരിക്കും, എല്ലാവരും മരിക്കും. സനാതന ധർമ്മം കൊണ്ട് നടക്കാത്തവരും മരിക്കും, നമ്മളും മരിക്കും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. സനാതന ധർമ്മത്തോടെ ജീവിച്ച വ്യക്തികൾക്ക് ഉണ്ടാവുന്ന പുനർജന്മം നല്ലതായിരിക്കും. ചിലപ്പോൾ അവർക്ക് പുനർജന്മമേ കാണില്ല, അവർ ഭഗവാനിലേക്ക് ലയിച്ചു പോകും. ഇനിയോ ആധികാരികമായി സനാതന ധർമ്മം കൊണ്ട് നടക്കുന്നവരെ ലോകമെന്നും ഓർത്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി സർവാധി വരെ കഴിഞ്ഞു. ഓക്കെ, അച്യുത അടുത്ത വേർഡ്. അജസർവേശ്വര സിദ്ധ സിദ്ധി സർവാധിരച്യുത. അച്യുതൻ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൻ, ച്യുതിയില്ലാത്തവൻ. ച്യുതി എന്ന് പറഞ്ഞാൽ നാശം. നാശമില്ലാത്തവനാണ് ആര്? ഭഗവാൻ. നമുക്കൊക്കെ നാശമുണ്ട്, നമ്മളൊക്കെ മരിച്ചു പോകും. പക്ഷെ അദ്ദേഹത്തിന് നാശമില്ല. അച്യുതനാണ് അദ്ദേഹം, ച്യുതി ഇല്ലാത്തവനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്താ? വൃഷാഖബി. വൃഷാഖബിരമേയാത്മ എന്ന് പറയുന്നുണ്ട്. വൃഷാഖബി എന്ന വാക്കിന്റെ വേർഡ് അർത്ഥം എടുക്കാം. വൃഷാഖബി എന്ന് പറഞ്ഞാൽ, വൃഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൃഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷമല്ല, വൃഷം. വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം എന്നർത്ഥം. വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം. വെള്ളത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചവരാകയാൽ കബി. വെള്ളത്തിൽ നിന്ന്, ജലത്തിൽ നിന്ന് ഭൂമിയെ എടുത്തുകൊണ്ട് വന്നില്ലേ ഭഗവാൻ, 2 കൊമ്പൊക്കെ ആയിട്ട്? ഓർക്കുന്നില്ലേ ആ കഥയൊക്കെ? അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഭൂമിയെ ജലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്നത് കൊണ്ടാണ്, ഉദ്ധരിച്ചവനായതുകൊണ്ടാണ് കബി എന്ന് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്. ധർമ്മരൂപനും കബിരൂപനുമായതുകൊണ്ട് വൃഷാകബി എന്ന് വിളിക്കുന്നു. ധർമ്മത്തിൽ മാത്രമേ ഭഗവാനുള്ളൂ. ധർമ്മരൂപനായതുകൊണ്ടും വെള്ളത്തിൽ നിന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന്, ഭഗവാന്റെ 2 തേറ്റ കണ്ടില്ലേ, പല്ല്, അങ്ങനെ വെച്ചിട്ട് ഭഗവാൻ ഉയർത്തിക്കൊണ്ട് വന്നതുകൊണ്ടും അദ്ദേഹത്തെ കബി എന്ന് വിളിക്കുന്നു. അപ്പൊ ധർമ്മത്തോടുകൂടി വെള്ളത്തിൽ നിന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നവനായതുകൊണ്ട് ഭഗവാനെ വൃഷാകബി എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഭഗവാന്റെ 1000 നാമങ്ങളാണിത്. വൃഷാകബി എന്ന് പറഞ്ഞാൽ ഭഗവാൻ. മനസ്സിലായോ? അടുത്ത എന്താ? അമേയാത്മാ.
വൃഷാഖബിരമേയാത്മ എന്ന് പറയുന്നു. എന്താണ് അമേയാത്മ എന്ന് പറഞ്ഞാൽ? അളക്കാൻ സാധിക്കാത്ത സ്വരൂപമുള്ളവൻ. ഭഗവാന്റെ സൈസ് നമുക്ക് പറയാൻ പറ്റും. അതെ, ച്യുതി, നാശം, നാശമില്ലാത്തവൻ. ച്യുതി എന്ന് പറഞ്ഞാൽ നാശം, നാശമില്ലാത്തവനെ അച്യുത എന്ന് വിളിക്കും. ക്ലിയർ? അതെ, വരാഹി കൊടോ ജോബിൻ ഇന്നെങ്കിലും ഉറങ്ങാൻ പോവോ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ ആദ്യം വരുന്ന ഗുഡ് നൈറ്റ് ചേച്ചി എന്ന് പറയണം. എന്നിട്ട് ഉറങ്ങാൻ പോവും. ഇന്നെങ്കിലും ഉറങ്ങാതെ ഒരു പേരെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ 1.5 വർഷത്തിന്റെ ഇടയ്ക്ക് നമസ്കരിച്ചിടാ മോനെ നിന്നെ. അമേയാത്മ. അമേയാത്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അളക്കാൻ സാധിക്കാത്ത സ്വരൂപമുള്ളവൻ. ഭഗവാന്റെ വലിപ്പം, രൂപം അത് കണ്ടല്ലേ അർജുനൻ ഞെട്ടിപ്പോയത്, വിശ്വരൂപം കണ്ടിട്ട്. അളക്കാൻ സാധിക്കില്ല ഭഗവാനെ, അതുകൊണ്ടാണ് അമേയാത്മാ എന്ന് പറയുന്നത്. അളക്കാൻ സാധിക്കാത്ത രൂപമുള്ളവൻ ഭഗവാൻ. സർവയോഗ വിനിസൃത. അടുത്ത വരി സർവയോഗ വിനിസൃത എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്നവൻ. എന്നാൽ എല്ലാ ബന്ധങ്ങളിലും ഭഗവാനുണ്ട്. അങ്ങനെ എങ്ങനെയാ സാധിക്കുക നമുക്ക്? അളവില്ലാത്തത്. കറക്റ്റ്. എല്ലാ ബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുന്നവനാണ് ഭഗവാൻ. എന്നാൽ എല്ലാ ബന്ധങ്ങളിലുണ്ട്. അതെന്താ അങ്ങനെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ ആയിരിക്കണം. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾക്കൊരു നല്ല സുഹൃത്തുണ്ടായി. കംപ്ലീറ്റ് നമ്മൾ അതിൽ അഡിക്ഷൻ ആവരുത്, അതിൽ തന്നെ ചത്ത് മലച്ച് കിടക്കരുതെന്ന് സാരം. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളെ വിട്ടുപോകും എന്ന മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോവാം. രമണൻ പ്രഭു എന്താ ചെയ്യേണ്ടത്? ഏത് ബന്ധമായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ടുപോകും, നമ്മൾക്ക് ശാശ്വതമല്ല എന്ന ഒരു തിരിച്ചറിവ് ഉള്ളിൽ വെക്കുക. വിട്ടുപോയാലും നമ്മൾക്ക് പരാതിയില്ല, നിന്നാലും പരാതിയില്ല എന്ന മനോഭാവത്തിൽ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ഭഗവാൻ. എല്ലാ ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്നതാണ് ഭഗവാൻ. എന്ന് വെച്ചാൽ ഭഗവാൻ ആരോടും മിണ്ടില്ല, സംസാരിക്കില്ല, ആരെയും നോക്കില്ല, സ്നേഹിക്കില്ല. അങ്ങനെയല്ല. എല്ലാരോടും മിണ്ടും, എല്ലാരോടും സംസാരിക്കും, എല്ലാവരെയും സ്നേഹിക്കും. പക്ഷെ ഒന്നിലും അഡിക്ഷൻ അല്ല. മനസ്സിലായില്ലേ? ഒന്നിലും ഭഗവാൻ അഡിക്ഷൻ അല്ല എന്നർത്ഥം. നമ്മളും അങ്ങനെ ആയിരിക്കണം. ഇന്ന് കാണുന്നതെല്ലാം നാളെ ഉണ്ടായിക്കോണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. നമ്മളെ മക്കൾ നോക്കും, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ആളുണ്ട്, അയാളുണ്ട്, ഇയാളുണ്ട്, നമ്മൾക്ക് ആരുമില്ല എന്ന ബോധം നമ്മൾ അടിയുറച്ച് വെക്കുക. നമുക്ക് ആരുമില്ല, എന്നാൽ നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ട്. ആ മനോഭാവത്തിൽ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ഭഗവാൻ. ഒന്നിലും നമ്മൾ എന്താണ് അഡിക്ഷനായി നിൽക്കരുത്. അപ്പൊ എന്താ ഉണ്ടാവുക അറിയോ? അയ്യോ, എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് അവരെ കാണാതെ മിണ്ടാതിരിക്കുക, എനിക്ക് അവരെ സ്നേഹം വേണം, ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഭഗവാനുണ്ട്. ശാശ്വതമായ സ്നേഹം അത് ഭഗവാന്റെയാണ്, അതുണ്ട്. ആര് കൈവിട്ടാലും ഈശ്വരനുണ്ട് എന്ന മനോഭാവത്തോടെ മുന്നോട്ട് പോവുക. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇതാണ് ആ 11ാമത്തെ ആ ലൈനിന്റെ അർത്ഥം. ഒന്നുകൂടി നമുക്ക് പോവാം അർത്ഥത്തിലൂടെ. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാധിരച്യുത വൃഷാഖബിരമേയാത്മ സർവയോഗ വിനിശ്രുത. ജന്മം സ്വീകരിക്കാത്തവൻ, അതുകൊണ്ടാണ് അജ എന്ന് പറയുന്നത്. ജന്മം സ്വീകരിക്കാതെ എല്ലാ ഈശ്വരന്റെയും ഈശ്വരനായിരിക്കുന്ന, നിത്യസിദ്ധ സ്വരൂപനായിരിക്കുന്ന, എല്ലാ വസ്തുക്കളിലും ജ്ഞാനസിദ്ധിയോടുകൂടിയിരിക്കുന്ന, സർവഭൂതങ്ങളുടെയും കാരണമായിരിക്കുന്ന, നാശമില്ലാതെ ഇരിക്കുന്ന, ധാർമ്മികപരമായി വെള്ളത്തിൽ നിന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന, ആ കവിരൂപനായിരിക്കുന്ന, അളക്കാൻ കഴിയാത്ത അത്രയും വലിയ വലിപ്പമുള്ള രൂപമുള്ളവനായിരിക്കുന്ന, എല്ലാ ബന്ധങ്ങളിലും ഉണ്ടായിട്ടും എല്ലാ ബന്ധങ്ങളിലും നിന്ന് വിട്ടു നിൽക്കുന്ന ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. മനസ്സിലായോ ആ 2 ലൈൻ്റെ അർത്ഥം? ഇനി നമ്മൾ 12ാമത്തെ ലൈനിലേക്ക് പോകും. 12ാമത്തെ വരി എന്താന്ന് നോക്കാം. വസു. ശ്രദ്ധിച്ചു കേൾക്കുക. വസു, വസുമന. ഓരോരോ വാക്ക് പറയുന്നോണ്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വസുർ, വസുമന എന്നാണ്. വരുന്നുണ്ട്. അത് നമുക്ക് ശ്ലോകം വായിക്കുമ്പോൾ വായിച്ചു പോകാം. അല്ലാതെ നമ്മൾ അർത്ഥം പഠിക്കാൻ വേണ്ടി മാത്രം എടുക്കുമ്പോൾ വസു, വസുമന, എളുപ്പത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. ശ്ലോകം വായിക്കുമ്പോൾ വസുർ വസുമന എന്ന് വായിക്കണം. അത് പിന്നീട് പറഞ്ഞുതരാം. അടുത്ത എന്താ? സത്യ. വസുർ വസുമന സത്യ
സമാധ, സോറി സമാധാത്മ എന്ന് വായിക്കണം. സമാധാത്മ. വസുർ വസുമനാസത്യ സമാത്മ. ഇനി എന്താ? സംമിധ, സമ, സംമിധ സമ. കൂട്ടി വായിക്കുമ്പോ വസുർ വസുമനാസത്യ സമാത്മാ സംമിധ സമ. കിട്ടിയില്ലേ? അടുത്ത ലൈൻ അമോഘ. അമോഘ പുണ്ഡരീകാക്ഷ. അമോഘ പുണ്ഡരീകാക്ഷോ. നമ്മൾ ലൈനായിട്ട് വായിക്കുമ്പം അമോഘ പുണ്ഡരീകാക്ഷോ എന്ന് വായിക്കും. അർത്ഥത്തിന് വേണ്ടി പഠിക്കുമ്പോൾ പുണ്ഡരീകാക്ഷ എന്നാണ് അതിന്റെ അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തെറ്റായിട്ട് പറഞ്ഞു തരുന്നതല്ല. വിചാരിക്കുന്നത് അയ്യോ മാതാജി ഞങ്ങളുടെ ബുക്കിൽ പുണ്ഡരീകാക്ഷമാണല്ലോ, മാതാജി പുണ്ഡരീകാക്ഷ പറയുന്നു. അങ്ങനെയല്ല, അർത്ഥത്തിന് വേണ്ടിയാണ് ഞാൻ ആ ഒരു വേർഡ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത്. പിന്നെന്താ? വൃഷകർമ്മ. വൃഷകർമ്മ. വൃഷാകൃതി. ഇതാണ് അടുത്ത 2 ലൈൻ, 12ാമത്തെ ലൈൻ. ഇനി നമ്മൾ ആ വരികൾ വായിക്കുകയാണെങ്കിലോ വസുർ വസുമനാസത്യ സമാത്മാ സംമിത സമഹ അമോഘ പുണ്ഡരീകാക്ഷോ വൃഷകർമ്മ വൃഷാകൃതി. വായിക്കാൻ പറ്റിയില്ലേ? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭൂതങ്ങൾക്കും വാസസ്ഥാനമായവൻ. എല്ലാ ഭൂതങ്ങൾക്കും വാസസ്ഥാനമായവനെയാണ് വസു എന്ന് വിളിക്കുന്നത്. അതായത് എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നവൻ. ഭഗവാനോട് കൂടിയാണ് നമ്മളായിരിക്കുന്ന ആത്മാക്കളെല്ലാം ഇരിക്കുന്നത്. ആത്മാവ് തനിയെ ഇരിക്കില്ല, പരമാത്മാവിനോട് കൂടി യോഗം ചെയ്താണ് ഇരിക്കുക. അപ്പൊ എല്ലാ ഭൂതങ്ങൾക്കും വാസസ്ഥാനമായിരിക്കുന്ന, എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നവനെ വസു എന്ന് വിളിക്കുന്നു. ഇനി എന്താ? വസുർ വസുമന. വസുമന എന്ന് പറഞ്ഞാൽ പ്രശസ്തമായിരിക്കുന്ന മനസ്സോട് കൂടിയവൻ. ഭഗവാന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഉണ്ടാവില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഭഗവാന്റെ മനസ്സിൽ. ഭഗവാന്റെ ഭക്തരെ കുറിച്ച് സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. അദ്ദേഹത്തെ കുറിച്ച് എവിടെ പറയുന്നു അവിടെ ഭഗവാൻ സമീപസ്ഥനാണ്. അദ്ദേഹം അപ്പം അവിടെ വരും. അതാണ് ഭഗവാന്റെ ഭക്തരോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നില്ലേ, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്, കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. വന്നിരിക്കുന്ന ഭക്തരെ എല്ലാം അദ്ദേഹം അറിയുന്നുണ്ട്. ഇനി അടുത്തത് സത്യ. സത്യ എന്ന് പറഞ്ഞാൽ സത്യസ്വരൂപൻ. പ്രാണങ്ങൾ പ്രാണരൂപനും അന്നരൂപനുമായിരിക്കുന്ന സൂര്യരൂപനുമായവൻ. സത്യം, സത്യസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ. സമാത്മാ. സമാത്മാ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാണിജാലങ്ങളിലും സമമായിരിക്കുന്ന ആത്മാവുള്ളവൻ. ഇപ്പൊ എൻ്റെ ഉള്ളിൽ ഭഗവാൻ ഒരുപാടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ ഒരുപാടുണ്ട്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ ഉള്ളിലും തുല്യമായിട്ടാണ് ഇരിക്കുന്ന ഭഗവാൻ. എല്ലാവർക്കുള്ളിലും ഭഗവാൻ തുല്യമാണ്. ആരുടെ ഉള്ളിലും ഒരുപാട്, ആരുടെ ഉള്ളിലും കുറവ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ ഉള്ളിലും ഒരേപോലെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സംമിധ. സംമിധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മിനിറ്റ് சொல்லுங்கப்பா. நாளைக்கு மத்தியானமா? சரி சரி ஓகேப்பா. சரிப்பா ஓகே. நாளைக்கு மத்தியானமா ஷூட் இருக்குதே, காலையில் கூப்பிடுறேன். அப்போ நாளை ராத்திரி கிளாஸ் ഉണ്ടാവില്ല. സാരി പോട്ടെ, നേരത്തെ വന്നാൽ എടുക്കാം. ഓക്കെ. അടുത്ത എന്താ? സംമിധ. സംമിധ എന്ന് പറഞ്ഞാൽ സകല പദാർത്ഥങ്ങളെ കൊണ്ടും പരിച്ഛേദിക്കപ്പെടുന്നവൻ. അതായത് സകല പദാർത്ഥങ്ങളിലും ഭഗവാനുണ്ട്, എല്ലാത്തിലും ഭഗവാനുണ്ട്. ഭഗവാനില്ലാത്ത ഒന്നുമില്ല. ഓക്കെ. അടുത്ത എന്താ? സമ. സമ എന്ന് പറഞ്ഞാൽ എല്ലാ കാലങ്ങളിലും യാതൊരു വികാരങ്ങളോടും കൂടിയല്ലാത്തവൻ, മഹാലക്ഷ്മിയോട് കൂടിയവൻ.
ഏത് കാലം വന്നാലും ഭഗവാൻ തുല്യമായിരിക്കും. ഏത് യുഗങ്ങളിലും ഭഗവാൻ ഒരു മാറ്റവും ഇല്ല. മഹാലക്ഷ്മിയോട് കൂടി യോഗം ചെയ്ത് ഭഗവാൻ കൃത്യമായിട്ടുണ്ടാവും. ക്ലിയർ? അമോഘ. അമോഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ, സ്തുതി, സ്മരണം എന്നിവ ചെയ്താൽ സമ്പൂർണമായിരിക്കുന്ന ഫലദാനം നൽകുന്നവൻ. ഭഗവാന് പൂജ ചെയ്താല്, ഭഗവാനെ സ്തുതിച്ചാല്, ഭഗവാനെ സ്മരിച്ചാൽ ഭഗവാൻ എന്തു തരും? നമുക്ക് സമ്പൂർണമായിരിക്കുന്ന അനുഗ്രഹം നൽകുന്ന പറയണത്. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാനെ സ്തുതിച്ചാലും ഭഗവാനെ സ്മരിച്ചാലും ഭഗവാന് പൂജ ചെയ്താലും നമുക്ക് എന്താണ്? സമ്പൂർണമായിരിക്കുന്ന ഫലം ദാനം ചെയ്യും ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ അമോഘ എന്ന് പറയുന്നത്. ഇനിയോ പുണ്ഡരീകാക്ഷ. പുണ്ഡരീകാക്ഷ എന്ന് പറഞ്ഞാൽ ഹൃദയമാകുന്ന പുണ്ഡരീകത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ. പുണ്ഡരീകാക്ഷ. ഹൃദയത്തിൽ ഭഗവാൻ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. പുണ്ഡരീകങ്ങൾ പോലെയുള്ള അക്ഷികളോട് കൂടിയവൻ, നല്ല മനോഹരമായ കണ്ണുകളോട് കൂടിയവനാണ് ഭഗവാൻ. ആകർഷണീയതയുള്ള കണ്ണുകളോട് കൂടിയവനാണ് ഭഗവാൻ. പുണ്ഡരീകാക്ഷ. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. ക്ലിയർ? വൃഷകർമ്മ. വൃഷകർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മരൂപമായിരിക്കുന്ന കർമ്മത്തോട് കൂടിയവൻ. ഭഗവാൻ ചെയ്യുന്ന ഏത് കാര്യത്തിലും ഒരു ധാർമ്മികത ഉണ്ടാവും. ധർമ്മമില്ലാത്ത ഒന്നും ഭഗവാൻ ചെയ്യില്ല. ഭഗവാനെ അറിയാത്തവർ പല രീതിയിൽ ഭഗവാൻ ചെയ്ത കാര്യങ്ങളെ വളച്ചൊടിക്കും. പക്ഷെ എല്ലാത്തിലും ഒരു കൃത്യമായ ധർമ്മം ഭഗവാൻ സൂക്ഷിക്കും. മനസ്സിലാവുന്നുണ്ടോ? വൃഷാകൃതി. വൃഷാകൃതി. വൃഷാകൃതി എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മത്തിന് വേണ്ടി തന്നെയുള്ള ശരീരത്തോടു കൂടിയാണ്. ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ ധർമ്മത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ധർമ്മമില്ലാതെ ഭഗവാനില്ല. ധർമ്മം എന്ന് പറഞ്ഞാലേ ഭഗവാനാണ്. മനസ്സിലായോ? നിൽക്കുന്നുണ്ടോ മനസ്സിൽ? ഇല്ലല്ലേ? സാരല്ല, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. പുണ്ഡരീകാക്ഷ എന്ന് പറഞ്ഞാൽ ഹൃദയമാകുന്ന പുണ്ഡരീകത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ. ഹൃദയമാകുന്ന പുണ്ഡരീകത്തിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ, ഹൃദയം തന്നെ എടുത്തോളൂ, അതിൽ അത്രയും നിറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ. മനോഹരമായ അക്ഷികളോട് കൂടിയവൻ, കണ്ണുകളോട് കൂടിയവൻ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എല്ലാ ഭൂതങ്ങൾക്കും വാസസ്ഥാനമായിരിക്കുന്ന, എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്ന, പ്രശസ്തമായിരിക്കുന്ന മനസ്സോട് കൂടിയിരിക്കുന്ന, ഭയങ്കരമായ മനസ്സ്. ഭഗവാന്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തൻ കരഞ്ഞാൽ അദ്ദേഹവും കരയും. അതാണ് ഭഗവാൻ. അങ്ങനെയുള്ള മനസ്സോട് കൂടിയ സത്യസ്വരൂപനായിരിക്കുന്ന എല്ലാ പ്രാണികളിലും, എല്ലാ ജീവജാലങ്ങളിലും ഒരേ രീതിയിലാ ലയിച്ചിരിക്കുകയാണ് ഭഗവാൻ. അയാളിൽ കൂടുതൽ ഇയാളിൽ കുറവ് അങ്ങനെയല്ലേ, എല്ലാവരിലും തുല്യമായിരിക്കുന്ന, എല്ലാ സകല പദാർത്ഥങ്ങളെയും പരിച്ഛേദിക്കപ്പെടുന്നവൻ. എല്ലാത്തിനെയും ഭഗവാൻ എന്താ പറയുന്നത്? എല്ലാത്തിലും മുകളിലാണ് ഭഗവാൻ. സകല പദാർത്ഥങ്ങളെ കൊണ്ടും പരിച്ഛേദിക്കപ്പെടാണ് ഭഗവാൻ. അതായത് ഭഗവാൻ ഒന്നിലും അട്രാക്റ്റീവ് അല്ല, എന്നാൽ ഭഗവാൻ ഒന്നിൽ നിന്നും അകലെയുമല്ല. എല്ലാത്തിലും ഉണ്ടോ? ഉണ്ട്. ഒന്നിലും ഇല്ലേ? ഇല്ല. എല്ലാ കാലങ്ങളിലും ഒരു വികാര ഭാവമാറ്റവും ഭഗവാനില്ല. എല്ലാ കാലങ്ങളിലും അദ്ദേഹം ഒരേപോലെയാണ്. പൂജ ചെയ്താലും സ്തുതിച്ചാലും സ്മരിച്ചാലും അതിന്റെ ഫലം ഭഗവാൻ നമ്മൾക്ക് തരും. ഹൃദയത്തിൽ ഭഗവാൻ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്, മനോഹരമായിരിക്കുന്ന കണ്ണുകളോടുകൂടി. ധർമ്മരൂപമായിരിക്കുന്ന കർമ്മം മാത്രമേ ഭഗവാൻ ചെയ്യൂ. ധാർമ്മികമായിരിക്കുന്ന ധർമ്മത്തിന് വേണ്ടി മാത്രം ശരീരം എടുത്തവനാണ് ഭഗവാൻ. ധർമ്മം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്, ധർമ്മത്തോടുകൂടി ഭക്തരെ സംരക്ഷിക്കാൻ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നു. ക്ലിയർ? അജസർവേശ്വര സിദ്ധ സിദ്ധി സർവാധിരച്യുത വൃഷാഖഭിരമേ ആത്മാ സർവയോഗ വിനിസൃത വസുർ സുമനാ സത്യസമാത്മാ വസുർ വസുമനാ സത്യസമാത്മാ സംമിതസമ അമോഘ പുണ്ഡരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി. ക്ലിയർ? ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. 13ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് രുദ്ര അർത്ഥം കിട്ടാനാണേ, അത് ശ്രദ്ധിക്കുക. രുദ്ര എന്നുവായി അർത്ഥം പഠിക്കാൻ വേണ്ടി രുദ്ര എന്ന് വെക്കാം. പക്ഷെ പുസ്തകത്തിൽ നോക്കുമ്പോൾ, ശ്ലോകത്തിലേക്ക് നോക്കുമ്പോൾ രുദ്രോ എന്നാണ്. ബഹുശിര.
അർത്ഥത്തിന് വേണ്ടി എടുക്കുമ്പോൾ ബഹുശിര. രുദ്രോ ബഹുശിര. ബഭ്രു. ബഭ്രു. വിഷയോനി. വിശ്വയോനി. വിശ്വയോനി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ട്. ബബ്രുർ എന്നുണ്ട്. അർത്ഥം പഠിക്കാൻ വേണ്ടി മാത്രം ബബ്രു എന്നെടുക്കുന്നു. ശ്ലോകം വായിക്കുമ്പോൾ ബബ്രുർ വിശ്വയോനി എന്ന് വായിക്കണം. ബബ്രുർ വിശ്വയോനി. പിന്നെന്താ? ശുചിശ്രവ. ശുചിശ്രവ. അപ്പോ ബബ്രുർ വിശ്വയോനി ശുചിശ്രവ എന്ന് വായിക്കണം. ബബ്രുർ വിശ്വയോനി ശുചിശ്രവ. കിട്ടിയില്ലേ? ഇനി എന്താ? അമൃത. അമൃത. ശാശ്വതസ്ഥാണു. അമൃത ശാശ്വതസ്ഥാണുർ. വരാരോഹ. അമൃത ശാശ്വതസ്ഥാണുർ വരാരോഹ. മഹാതഭ. മഹാതഭ. വായിക്കാൻ കിട്ടിയോ? രുദ്രോ ബഹുശിര ബബ്രുർ വിശ്വയോനി ശുചിശ്രവ. ആ വരി വായിക്കാൻ കിട്ടുന്നില്ലേ ഇപ്പം? രുദ്രോ ബഹുശിര ബബ്രുർ വിശ്വയോനി ശുചിശ്രവ. അമൃത ശാശ്വത സ്ഥാണുർ വരാരോഹോ വരാരോഹോ മഹാതഭ. വായിക്കാൻ പറ്റുന്നില്ലേ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രുദ്രോ എന്ന് വായിക്കണം കേട്ടോ. ശ്ലോകം വായിക്കുമ്പം അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ രുദ്ര എന്നെടുക്കുന്ന സമയത്ത് പ്രളയകാലത്ത് പ്രജകളെ സംഹരിച്ചുകൊണ്ടും രോധിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ രുത്തിനെ, രുത്ത് എന്ന് പറഞ്ഞ വാക്കിനെ ദാനം ചെയ്യുന്നവൻ, ദുരീകരിക്കുന്നവൻ. അതായത് 4 യുഗങ്ങൾ കഴിയുമ്പോൾ പ്രളയം വരുമല്ലോ. അപ്പൊ ഈ പ്രളയകാലത്ത് പ്രജകളെ എല്ലാം സംഹരിച്ചിരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഈ ലോകം മുഴുവൻ സംഹാരം നടത്തിയത് ഭഗവാനാണ്. അതായത് മഹാദേവൻ തന്നെയാണ് ഭഗവാൻ എന്ന്. രുദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഹാദേവനാണ്. അപ്പൊ മഹാദേവനായി വന്നിരിക്കുന്ന ആരാ? ഭഗവാൻ തന്നെ. പ്രളയകാലത്ത് സംഹാരം നടത്തിയത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ രുദ്ര എന്ന് വിളിക്കുന്നത്. മഹാദേവനായി മാറിയിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. മഹാദേവനും ഭഗവാൻ തന്നെയാണെന്ന് സാരം. രുദ്രനായി വന്നിരിക്കുന്നത് ഭഗവാനാണ്. ഇനിയോ ബഹുശിര. ബഹുശിര. ശിര എന്ന് പറഞ്ഞാൽ എന്താ? ശിരസ്. ശിരസ് എന്ന് പറഞ്ഞാൽ തല. ബഹു എന്ന് പറഞ്ഞാൽ എന്താ? അനേകം, ഒരുപാട്. അപ്പൊ അനേകം തലയുള്ളവനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബഹുശിര എന്ന് വിളിക്കുന്നത്. ഓക്കെ. ബബ്രുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകങ്ങളെ ഭരിക്കുന്നവൻ. ബബ്രുർ. എല്ലാ ലോകങ്ങളെയും ബ്രഹ്മാണ്ടങ്ങളെയും ഭരിക്കുന്നത് ആരാ? ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ബബ്രുർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. വിശ്വയോനി. വിശ്വയോനി എന്ന് പറഞ്ഞാൽ വിശ്വോൽപത്തിക്ക് കാരണമായവൻ. യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ജനനം. മാതാവിന്റെ യോനിയിലാണ് ഒരു കുഞ്ഞിന്റെ ജനനം. അപ്പൊ വിശ്വയോനി. ഈ ഭഗവാൻ വിശ്വൻ. വിശ്വം എന്ന് പറഞ്ഞാൽ എന്താ? ലോകം. ലോകത്തിന്റെ ജനനത്തിന് ആരാ കാരണം? ഭഗവാനാണ്. ഈ ലോകം ഉണ്ടായത് ആരിൽ നിന്നാണ്? ഭഗവാനിൽ നിന്ന്. അതുകൊണ്ടാണ് വിശ്വയോനി. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം. ഈ ലോകം ഉണ്ടായിരിക്കുന്നത് ഭഗവാനിൽ നിന്ന്. ശുചിശ്രവ. ശുചിശ്രവ എന്ന് പറഞ്ഞാൽ കേൾക്കുവാൻ പറ്റിയ പരിശുദ്ധങ്ങളായിരിക്കുന്ന നാമങ്ങളുള്ളവൻ. ഭഗവാന്റെ നാമങ്ങളെല്ലാം അതിപരിശുദ്ധമാണ് അല്ലെ? പവിത്രമായ കീർത്തിയാണ് ഭഗവാന്. പവിത്രമായിരിക്കുന്ന കീർത്തിയോടുകൂടി കേൾക്കാൻ, ആ നാമങ്ങൾ കേട്ടാലേ പരിശുദ്ധിയാണ്. എത്ര കോടി ജന്മങ്ങൾ നമുക്ക് മോക്ഷം ലഭിക്കുന്നറിയാമോ ഭഗവാന്റെ ഒരു നാമം കേട്ടാൽ? അപ്പൊ അനേകം നാമങ്ങൾ, ഈ സഹസ്രനാമം വായിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ ഒരു നാമം നമ്മൾ പറഞ്ഞാൽ മതി, എത്രമാത്രം ദുരിതം നമ്മളുടേത് തീരുമെന്നറിയോ. അപ്പം സഹസ്രനാമം വായിക്കുമ്പോൾ എന്താ അവസ്ഥ അല്ലേ? ശുചി, കേൾക്കുവാൻ പറ്റിയ. ശ്രവ. ശ്രവ എന്ന് പറഞ്ഞ ശ്രവണം, കേൾക്കുക. ശുചി ശ്രവ, കേൾക്കുവാൻ പറ്റിയ പരിശുദ്ധങ്ങളായിരിക്കുന്ന നാമങ്ങൾ ആർക്കുണ്ട്? ഭഗവാനുണ്ട്. പവിത്രമായ കീർത്തിയാണ് ഭഗവാന്റേത് അല്ലേ? ഇനി എന്താ? അമൃത. മരണമില്ലാത്തവൻ. അതാണ് അമൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമൃതം. അമൃത് ഭുജിച്ചു കഴിഞ്ഞാൽ എന്താ? കഴിച്ചു കഴിഞ്ഞാൽ എന്താ? നമുക്ക് അമരത്വം ലഭിക്കും. ആ അമൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലാത്തവൻ. ശാശ്വതസ്ഥാണു.
ശാശ്വത ശാശ്വതസ്ഥാണു. ശാശ്വതസ്ഥാണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യനും സ്ഥിരനുമായിട്ടുള്ളവൻ. ഭഗവാൻ നിത്യമാണ്, സ്ഥിരമാണ്. ഭഗവാൻ ഒരിക്കലും ഇല്ലാണ്ടായൊന്നില്ല. നിത്യമായിരിക്കുന്ന, സ്ഥിരമായിരിക്കുന്ന, ശാശ്വതമായിരിക്കുന്ന സ്ഥാണു, സ്ഥിരമായിരിക്കുന്നവനാണ് ഭഗവാൻ. പിന്നെയോ വരാരോഹ, സ്ഥാണുർ എന്നുണ്ട് കേട്ടോ. ആ ഞാൻ ഇവിടെ എടുക്കുന്നില്ല, അർത്ഥത്തിന് വേണ്ടി മാത്രം ഓരോ വാക്യങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നു, വാക്കുകളായിട്ട്. അപ്പൊ വരാരോഹോ, വരാരോഹ എന്ന അർത്ഥം എടുക്കുക. പക്ഷെ ശ്ലോകം വായിക്കുമ്പോൾ വരാരോഹോ എന്ന് വായിക്കുക. വരാരോഹ എന്ന അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രേഷ്ഠമായിരിക്കുന്ന മടിത്തട്ടുള്ളവൻ, ഉത്തമമായിരിക്കുന്ന ആരോഹണമുള്ളവൻ. ഭഗവാന്റെ മടിത്തട്ട് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമാണ്, ഭഗവാനേ ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠമായിരിക്കുന്ന മടിത്തട്ടുള്ളവൻ, അതാണ് വരാരോഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മഹാതഭ, മഹത്തായിരിക്കുന്ന തപസ്സോട് കൂടിയവൻ. ഭഗവാൻ മഹത്തായിരിക്കുന്ന തപസ്സോട് കൂടിയാണ് ഇരിക്കുന്നത്. മഹത്തായ തപസ്സാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെ മഹത്തായ തപസ്സിരിക്കുന്ന ഭഗവാനെ നമ്മൾ തപസ് ചെയ്താൽ എന്താ? ശ്രേയസ് അല്ലേ? സമാധാനം, ശാന്തി, ശ്രേയസ്, കീർത്തി. ഭഗവാന്റെ ഭക്തരാരും നശിച്ചു പോവില്ല, അതാണ് അതിന്റെ അർത്ഥം. അപ്പോ നമ്മൾ ആ ലൈൻ വായിക്കുമ്പോ രുദ്രോ ബഹുശിരാ ബബ്രുർ വിശ്വയോനി ശുചിസ്രവ അമൃതശാശ്വത സ്ഥാണു വരാരോഹോ മഹാതഭ. കിട്ടിയോ? പ്രളയകാലത്ത്, അതായത് രുദ്രൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ, പ്രളയകാലത്ത് സർവസംഹാരങ്ങളും നടത്താൻ മഹാദേവനായി അവതരിച്ച ഭഗവാൻ അനേകം ശിരസോടുകൂടി, അതാണ് ബഹുശിര എന്ന് പറയുന്നത്. ലോകങ്ങളെയെല്ലാം ഭരിക്കുന്നവൻ ബബ്രൂർ, എല്ലാ ലോകങ്ങളെയും ഭരിക്കുന്ന, വിശ്വോൽപത്തിക്ക്, ഈ ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന, വിശ്വയോനി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ജനനത്തിന് ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന, കേൾക്കുവാൻ പറ്റിയ പരിശുദ്ധമായിരിക്കുന്ന നാമങ്ങൾ. അതായത് ആ നാമങ്ങൾ കേട്ടാലേ നമ്മൾ എന്തായി? നമ്മളും പരിശുദ്ധീകരിക്കപ്പെടും. അങ്ങനെയുള്ള നാമങ്ങളോട് കൂടിയിരിക്കുന്ന, അനേകം പവിത്രമായ നാമങ്ങളോട് കൂടിയിരിക്കുന്ന, ഒരിക്കലും മരണമില്ലാതിരിക്കുന്ന, നിത്യനും സ്ഥിരനും ശ്രേഷ്ഠവുമായിരിക്കുന്ന, മഹത്തായ തപസ്സോട് കൂടിയിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ക്ലിയർ? ഇനി 14-ാമത്തെ ശ്ലോകം. 15 ശ്ലോകത്തോടു കൂടി നിർത്താം. 10 മണിയായി. എനിക്കും നാളെ ഷൂട്ടിന് പോകണം. നാളെ 2:45 എണീക്കാൻ പറ്റൂ. ഞാൻ 2:45 എഴുന്നേറ്റാലേ 3 മണിക്ക് ഭഗവാൻ നിങ്ങളോട് നമ്മുടെ ഗ്രൂപ്പിലൂടെ സംസാരിക്കൂ. അപ്പൊ ഇനി അടുത്ത 14-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ സർവഘ സർവഘ സർവവിദ്ഭാനു സർവഘ സർവവിദ്ഭാനുർ. ശ്ലോകത്തിൽ വരുമ്പം എറുണ്ട്, അർത്ഥം പറയാൻ ഞാൻ സൈലന്റ് ആക്കി. സർവഘ സർവവിദ്ഭാനുർ, അങ്ങനെ പഠിച്ചോളൂ. വിശ്വക്സേന വിശ്വക്സേന ജനാർദ്ദന. സർവഘ സർവവിദ്ഭാനൂർ വിശ്വക്സേന ജനാർദ്ദന. വായിക്കുമ്പോൾ എൻ്റെ ഒപ്പം വായിച്ചു പോകൂ, അപ്പൊ ശ്ലോകം വായിക്കാൻ എളുപ്പം കിട്ടും. വേദ വേദ, അർത്ഥം പറയാൻ വേണ്ടിയാണ് വേദ എന്ന് പറയുന്നത്. ശ്ലോകം വായിക്കുമ്പോൾ വേദോ എന്ന് വായിക്കണം. ഓക്കെ, വേദോ എന്ന് പറഞ്ഞാലും വേദ എന്ന് പറഞ്ഞാലും ഒന്നാണ്. വേദവിത് വേദവിത് അവ്യഘ അവ്യഘ വേദോ വേദവിത് വ്യംഗോ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അർത്ഥം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ ശ്ലോകം വേർഡ്സ് ഇങ്ങനെ പിരിച്ചെടുക്കുന്നത്. അവ്യഘ എന്നാണ്, അവ്യജ്ഞ എന്നാണ് എടുക്കുന്നത്. അത് ശ്ലോകം വായിക്കുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്, അത് വായിച്ചു തരാം. വേദാംഗ, ശ്ലോകത്തിൽ വരുമ്പോൾ വേദാംഗോ എന്ന് വരും. അത് ശ്ലോകത്തിൽ വരുമ്പോൾ അർത്ഥത്തിന് വേണ്ടി വേദാംഗ എന്നെടുക്കുന്നു. വേദവിത് കവി, ഇങ്ങനെയാണ് അർത്ഥം പഠിക്കാൻ വേണ്ടി വേർഡ്സ് പിരിച്ചെടുക്കുന്നത്. ഇനി ശ്ലോകത്തിലേക്ക് വരുമ്പോൾ സർവഘ
സർവവിദ്ബാനുർ, സർവഗ സർവവിദ്ബാനുർ വിശ്വക്സേനോ ജനാർദ്ദന, വേദോ വേദവിദ വ്യാങ്കോ വേദാംഗോ വേദവിത് കവി. ഇത് തുടക്കം, അതായത് വിഷ്ണു സഹസ്രനാമം തുടക്കം പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 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 പിരിച്ച് 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 ഓരോ വാക്കുകളായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ എൻ്റെ ബുക്കിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. പഠിച്ച് വായിച്ച് ശീലിച്ചവർക്ക് എളുപ്പമാണ്. അത് വായിക്കാൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ചെടുത്തു കൊടുക്കുന്നത്. മനസ്സിലായോ? സർവഗ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ. ഭഗവാൻ എല്ലായിടവും വ്യാപിച്ചിരിക്കുകയാണ്, സർവത്ര വ്യാപിച്ചിരിക്കുകയാണ് ഭഗവാൻ. ഓക്കെ, എല്ലായിടത്തും ഗമിക്കുന്നവൻ. ഞാൻ ഇവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ വരും, നിങ്ങൾ അവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ വരും, എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ വരും. ഏത് റോട്ടിൽ കിടക്കുന്നവൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട്, ഏത് കൊട്ടാരത്തിൽ താമസിക്കുന്നവൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട്. പക്ഷെ തുല്യമാണ്. അവൻ റോട്ടിൽ കിടക്കുന്നവൻ കുളിച്ചിട്ടില്ല, അവന് വീടില്ല, അവന് പൈസ ഇല്ല, ജോലിയില്ല, സൗന്ദര്യമില്ല, ചിന്തിക്കേണ്ട. അവൻ അമ്പലത്തിൽ പോവില്ല, ജപിക്കില്ല, അങ്ങനൊന്നും ചിന്തിക്കേണ്ട. അവൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട്. കൊട്ടാരത്തിലിരിക്കുന്ന കുളിക്കുന്നു, പൂജ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, ബന്ധുമിത്രാദികളുണ്ട്, ധനമുണ്ട്, അവൻ ക്ഷേത്രം പണിതവനാണ്, വലിയ പൊസിഷനിൽ ഇരിക്കുന്നവനാണ്, അവൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട്. പക്ഷെ ഒരു കാര്യം, രണ്ടു പേർക്കുള്ളിലും തുല്യമാണ് ഭഗവാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടു പേർക്കുള്ളിലും തുല്യരാണ് ഭഗവാൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മഞ്ചരീസിലൂടെ റോഡിൽ കിടക്കുന്ന പാവങ്ങൾക്ക് അന്നദാനം വിളമ്പുന്നത്. അവന്റെ ഉള്ളിലുള്ളതും ഈശ്വരനാണ്. അപ്പൊ അവന്റെ മനസ്സ്, അവന്റെ ആത്മാവ് ആശ്വസിക്കുമ്പം ആ ഭഗവാനും സന്തോഷിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ ഞാൻ ഒരിക്കലും അന്നദാനം ഉണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും വീട്ടിലെ ഗ്യാസും അടുപ്പൊക്കെ പൂട്ടിക്കെട്ടിയിട്ട് പാത്രവും കൊണ്ട് അമ്പലത്തിൽ പോണ ആൾക്കാർക്ക് ഞാൻ അന്നദാനം കൊടുക്കാറില്ല. എനിക്കിഷ്ടമില്ല. വിശന്ന് വലഞ്ഞ് ഒരു ഭക്ഷണം കിട്ടുമോ എന്നറിയുന്നവന്റെ മുമ്പിലേക്ക് 4-5 കൂട്ടം ആഹാരമായിട്ട്, രുചികരമായ വീട്ടുഭക്ഷണമായിട്ട് ചെന്ന് കയറുമ്പം അവനുണ്ടാവുന്ന സന്തോഷം, ആ മനതൃപ്തി, അവനങ്ങ് മനസ്സ് നിറഞ്ഞങ്ങ് എന്താ, ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ദൈവമേ, അവൻ ഏത് പേരിൽ വേണേലും വിളിച്ചോട്ടെ, കർത്താവേന്നോ ഭഗവാനേന്നോ അള്ളാഹുന്നോ എന്തും വിളിച്ചോട്ടെ, സുധി എങ്ങനെയും വിളിച്ചോട്ടെ. ആ ഭക്ഷണം കൊടുക്കുന്ന വ്യക്തി അവന്റെ മുന്നിൽ ഈശ്വരനാണ്. ഞാനല്ല കേട്ടോ, ആരാണോ എന്നെ ഏൽപ്പിക്കുന്നത് അവര്. നമ്മൾ ആ ഒരു സേവനം ചെയ്യാൻ നിമിത്തമായി എന്ന് മാത്രം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കുള്ളിലും ഈശ്വരനുണ്ട്, തുല്യമായ അളവിൽ. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ സർവഘ എന്ന് വിളിക്കുന്നു. ഓക്കെ, സർവഘ എന്ന് പറഞ്ഞാൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നത്. സാരല്ലേ സുധാമ? സർവവിദ് ഭാനു. നമ്മൾ ലൈനിലേക്ക് വരുമ്പോൾ ഇത് ശ്ലോകം പഠിക്കുമ്പോൾ സർവവിദ് ഭാനുർ എന്ന് പറയണം. സർവവിദ് ഭാനുർ, സർവഘ സർവവിദ് ഭാനുർ എന്ന് പറഞ്ഞാൽ എന്താ? സർവജ്ഞനും തേജസ്വിയുമായിരിക്കുന്നവൻ. എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. ഭയങ്കര തേജസ്സാണ് ഭഗവാൻ. ഭഗവാന്റെ തേജസ് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കോടാനുകോടി സൂര്യന്മാരെക്കാളും വെല്ലും ഭഗവാന്റെ തേജസ്. വിശ്വക്സേന. വിശ്വക്സേന എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരാൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തന്നെ ശത്രു സൈന്യം എല്ലായിടത്തും ഓടുന്നുവോ ആ ആൾ. വിശ്വക്സേന. ഭഗവാൻ യുദ്ധം ചെയ്യാൻ വരുന്നു എന്നറിയുമ്പം എല്ലാം മൂടിക്കെട്ടി ഓടും. യോ, ഞങ്ങളില്ലേ, യുദ്ധത്തിന് വരുന്നത് കൃഷ്ണനാണേ. ഓടി ആ ഏരിയയിൽ ഭഗവാനെ കാണും. അല്ല പറയാ, ഭഗവാനെ കണ്ട ആ ഏരിയയിൽ പിന്നെ ആ നിൽക്കില്ല ആൾക്കാര്. ഭഗവാൻ ഉണ്ടോ ആ ഏരിയയിൽ ആരും കാണില്ല. ആരാണോ യുദ്ധത്തിന് വരുന്നു എന്ന്, യുദ്ധത്തിന് പുറപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ശത്രു സൈന്യം എല്ലായിടത്തേക്കും ഓടുന്നുവോ, ആരെ പേടിച്ചാണോ ഓടുന്നത് ആ ഭഗവാനെയാണ് വിശ്വസേന എന്ന് വിളിക്കുക. വിശ്വം എന്ന് പറഞ്ഞാൽ എന്താ? ലോകം. സേന, ഈ ലോകത്തിലുള്ള സകല സേനകളും ഓടും ഭഗവാനാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഭഗവാന്റെ ഭക്തരുടെ കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. ഭഗവാന്റെ ഭക്തരുടെ കൂടെ ഭഗവാൻ ഉണ്ടാകുമ്പോൾ ഭഗവാന്റെ ഭക്തര് പോകുന്നിടത്ത് ജയമാണോ വിജയമാണോ? വിജയമാണ്. അതാണ് ഭഗവാനെ മുറുകെ പിടിക്കാൻ പറയുന്നത്. ജനാർദ്ദന. ജനാർദ്ദന എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദുർജനങ്ങളെ നല്ല പാഠം പഠിപ്പിക്കും. തീർച്ചയായിട്ടും സുഷമാതാജി. എന്താണ് ജനാർദ്ദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദുർജനങ്ങളെ പീഡിപ്പിക്കുന്നവൻ. പീഡിപ്പിക്കാറിയുമ്പോ ഭഗവാൻ കഷ്ടപ്പെടുത്തുന്നതാണോ പറയണേ? ഒരിക്കലുമല്ല.
കുഞ്ഞിനാളില് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നല്ല അടി തരാറുണ്ട് നമുക്ക്. എനിക്കൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം പീഡനം എന്നാണോ? ഇന്നാണ് ഇപ്പൊ അച്ഛൻ തല്ലിയാലും അമ്മ തല്ലിയാലും പീഡനം എന്ന് പറയുന്നത്. അന്നൊക്കെ എന്താ പറയാ, നമ്മുടെ അച്ഛനമ്മമാര്, അധ്യാപകര്, അവരെ കയ്യിൽ നല്ല ചൂരലുണ്ടാവും. അതുകൊണ്ട് ആ തലമുറ നന്നായിരുന്നു. ഇന്നത്തെ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടത് എങ്ങനെയാണ്? ആരെയും പേടിക്കാനില്ല, ആരെയും അനുസരിക്കാനില്ല. ആ വരട്ടെ ഇങ്ങോട്ട് എന്ന ഭാവമായി, അഹങ്കാരമായി. അതുകൊണ്ട് അവര് നശിച്ചു. ഇന്നത്തെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോ ദുർജനങ്ങളെ പീഡിപ്പിക്കുന്നവൻ, അതായത് തെറ്റിലൂടെ സഞ്ചരിക്കുന്നവർക്ക് നല്ല പാഠം ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കും. അത് ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്ന്, ഒരു അധ്യാപകന്റെ സ്ഥാനത്ത് നിന്ന് പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഭഗവാനെ ജനാർദ്ദന എന്ന് വിളിക്കുന്നത്. ദുർജനങ്ങളെ പീഡിപ്പിക്കുന്നവൻ, പഠിപ്പിക്കുന്നവെന്നും എടുക്കാം. ഓക്കെ. വേദ, വേദ എന്ന് പറഞ്ഞാൽ വേദസ്വരൂപനാണ്, ജ്ഞാനത്തെ പ്രാപിപ്പിക്കുന്നവനാണ് ഭഗവാൻ. വേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തെ പ്രാപിപ്പിക്കുന്നവൻ. നമുക്ക് അറിവ് നൽകുന്നത് ആരാണ്? ഭഗവാനാണ്. വേദവിത്ത്, വേദവിത്ത് എന്ന് പറയാം, വേദവും വേദാർത്ഥവും ശരിയായി അറിയുന്നവനാണ് ഭഗവാൻ. വേദങ്ങളാവട്ടെ, വേദ ഇതിഹാസങ്ങളാവട്ടെ, എല്ലാം ശരിയായിട്ട് അറിയുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ വേദവിത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോ സർവഘ സർവവിദ്ഭാനൂർ, സർവത്ര വ്യാപിച്ചിരിക്കുന്ന, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന, എല്ലായിടത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വക്സേന. വിശ്വക്സേന എന്ന് പറയാം, ആരാണോ യുദ്ധത്തിന് വരുന്നത്, ഭഗവാൻ യുദ്ധത്തിന് വരുന്നു എന്ന് പറയുമ്പോൾ ശത്രുക്കളെല്ലാം ഓടിമറയും. അത്രയും ശക്തിയുള്ള ഭഗവാൻ വിശ്വക്സേന ജനാർദ്ദന. തെറ്റ് ചെയ്യുന്ന ആളുകളെ നല്ല രീതിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവനെ ജനാർദ്ദന എന്ന് വിളിക്കുന്നു. അപ്പൊ അങ്ങനെ ദുർജനങ്ങൾക്ക് പാഠം പഠിപ്പിക്കുന്ന, വേദസ്വരൂപനായിരിക്കുന്ന, വേദവും വേദത്തിന്റെ അർത്ഥവും നന്നായിട്ട് അറിയുന്ന, വേദോ വേദവിദ വ്യാങ്കോ, വേദോ വേദവിദ വ്യാങ്കോ വേദാംഗോ വേദവിത് കവി. വേദങ്ങളെല്ലാം ശരിയായിട്ട് അറിയുന്നവനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ നമ്മൾ നമസ്കരിക്കുന്നു. ക്ലിയർ? മനസ്സിലായോ? ഇനി 15-ാമത്തെ ശ്ലോകം. 15ഓടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 10 മണി കഴിഞ്ഞില്ലേ? ഒന്ന് എടുക്കാൻ കുറച്ച് ലേറ്റായി. 8:30 എന്നുള്ള ക്ലാസ് 9 ആയി. ക്ഷമിക്കാം. നാളെ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ 2 അർത്ഥവും കൂടിയുണ്ട്. കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാം കാണുന്നവനാണ് ഭഗവാൻ. എല്ലാം കാണുന്നവൻ. ഓക്കെ. ജ്ഞാനങ്ങളിൽ പരിപൂർണനാണ് ഭഗവാൻ. വേദങ്ങളാകുന്ന അംഗങ്ങൾ, ഭഗവാന്റെ ഓരോ അവയവങ്ങളും വേദങ്ങളാണ്. മനസ്സിലായി? വേദാംഗ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളെയും വേദങ്ങളാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് വേദാംഗ എന്ന് പറയുന്നത്. മനസ്സിലായോ? വേദാംഗോ വേദവിത് കവി, അതിന്റെ അർത്ഥം അതാണ്. ഓക്കെ. ഇനി 15-ാമത്തെ ശ്ലോകത്തിൽ പോവാം. ലോകാധ്യക്ഷ. ലോകാധ്യക്ഷ അതായത് ലോകങ്ങളെ നിരീക്ഷണം ചെയ്യുന്നവൻ. ലോകാധ്യക്ഷ. ഈ ലോകത്തെ എല്ലാം എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം എന്തും മറച്ചു വെച്ച് ചെയ്യാം, പക്ഷെ ഭഗവാനെ മറച്ചു വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. ലോകത്തെ പരിപൂർണമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ഓക്കെ. സുരാധ്യക്ഷ, ലോകാധ്യക്ഷ, സുരാധ്യക്ഷോ. ഇത് വായിക്കുമ്പോൾ, ശ്ലോകം വായിക്കുമ്പോൾ സുരാധ്യക്ഷോ എന്ന് വായിക്കണം കേട്ടോ. ഞാൻ അർത്ഥത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചില വേർഡ്സ് മാറ്റി പറയുന്നത്, അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. വായിക്കുന്ന സമയത്ത് ലോകാധ്യക്ഷ സുരാധ്യക്ഷോ. സുരാധ്യക്ഷോ എന്ന് പറഞ്ഞാൽ സുരന്മാരുടെ അധ്യക്ഷനായിരിക്കുന്നവൻ. സുരന്മാരുടെ അധ്യക്ഷനായിരിക്കുന്നവൻ. ധർമാധ്യക്ഷ, ധർമാധർമ്മങ്ങളെ നേരിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവൻ. ധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും നേരിട്ട് ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ആരാണ് ധർമ്മം ചെയ്യുന്നത്, ആരാണ് അധർമ്മം ചെയ്യുന്നത്. അങ്ങനെ ധർമ്മത്തിനെ സപ്പോർട്ട് ചെയ്യുകയും അധർമ്മത്തിനെതിരെ ജനാർദ്ദനായി മാറുകയും ചെയ്യാണ് ഭഗവാൻ. തെറ്റ് ചെയ്യുന്നവനെ നല്ല രീതിയിൽ ഭഗവാൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. ധർമ്മികളിൽ നിന്ന് അധർമ്മികളെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും ഭഗവാൻ. എന്നിട്ട് ഭഗവാന്റെ ആ പ്രസ്ഥാനം ഭഗവാൻ നിലനിർത്തും. മനസ്സിലാവുന്നുണ്ടോ? ലോകാധ്യക്ഷ സുരാധ്യക്ഷ ധർമാധ്യക്ഷ, ധർമ്മത്തെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന, നേരിട്ട് നോക്കിക്കാണുന്ന. കൃതാകൃത, കൃതാകൃത അതായത് കാര്യരൂപത്തിൽ കൃതനും കാരണരൂപത്തിൽ അകൃതനുമായിരിക്കുകയാണ് ഭഗവാൻ. കാര്യരൂപത്തിൽ കൃതനായിരിക്കും, കാരണരൂപത്തിൽ അകൃതനായിരിക്കും ഭഗവാൻ. ചതുരാത്മാ, ചതുരാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വിഭൂതികൾ അഥവാ 4 ശരീരമുള്ളവനാണ് ഭഗവാൻ. ഭഗവാന് 4 വിഭൂതികൾ അഥവാ ശരീരങ്ങൾ ഉള്ളവൻ. അനേകായിരം ഉണ്ട്, പക്ഷെ 4
സൃഷ്ടാദികൾക്ക് വേണ്ടി, അതായത് സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാന് 4 വിഭൂതികളോട് കൂടിയാണ് ഇരിക്കുന്നത്. അതാണ് പറയുന്നത് ചതുരാത്മാ, ചതുർവ്യൂഹ, അതായത് നമ്മൾ പറയാറില്ലേ ഭഗവാൻ ചതുർബാഹുവായിട്ട് നിൽക്കാന്ന് പറയണില്ലേ, അതാണ് അതിന്റെ അർത്ഥം. 4 വിഭൂതികളാണ് ഭഗവാന്. അതുകൊണ്ടാണ് ചതുരാത്മാ എന്ന് പറയുന്നത്. ഇനി ചതുർവ്യൂഹ, തന്നെത്താൻ 4 മൂർത്തികളായി തീരുന്നവൻ ആരാണ്? അപ്പൊ നിങ്ങൾക്കറിയാമോ ഭഗവാന്റെ 4 വിഭൂതികൾ ഏതൊക്കെയാണ്? അറിയില്ല? നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിലൊന്നും പറഞ്ഞിട്ടില്ല. സുധി രമണൻ പ്രഭു ഒക്കെ ആദ്യമേ ഉള്ള ക്ലാസ്സിലുള്ളതാണ്. സുരേഷ് മോഹനപ്പൻ പ്രഭു മുതലാളി, സരസ്വതി പി എ, അവർക്ക് ആദ്യമേ ഉള്ളതാണ്. പ്രസന്നാമ, രേഖാമ, 4 വിഭൂതികൾ ഭഗവാന്റെ ഓർമ്മയുണ്ടോ? വാസുദേവൻ, സംഘർഷണൻ, പ്രത്യുത്മനൻ, അനിരുദ്ധൻ. ഏതെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞെന്ന് ഓർക്കുണ്ടോ? മറന്നുപോയി കാണും അല്ലെ, സാരല്ല. ഇങ്ങനെ ചതുർവ്യൂഹമായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ചതുർദ്രംഷ്ട, 4 ദംഷ്ടകളുള്ളവൻ, 4 ദംഷ്ടകളുള്ളവൻ. മുകളിലിരിക്കുന്ന ആള് നരസിംഹ ഭഗവാൻ 4 ദംഷ്ടകളോട് കൂടിയാണ്. ദംഷ്ടം എന്ന് പറഞ്ഞ പല്ല്. നൃസിംഹരൂപധാരിയായവൻ ദേ ഭഗവാൻ. അതുകൊണ്ടാണ് ചതുർദംഷ്ട്ര എന്ന് പറയുന്നത്. 4 ദംഷ്ടകളോട് കൂടിയവനായിരിക്കുന്ന ചതുർഭുജ, 4 കൈകളോട് കൂടിയവൻ, അതാണ് അതിന്റെ അർത്ഥം. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃത ചതുരാത്മാ ചതുർവ്യൂഹ ചതുർദ്രംഷ്ട ചതുർഭുജ. കേട്ടിട്ടില്ല? പ്രീതാമാതാജി വരുന്നതിന്റെ മുമ്പേയുള്ള ക്ലാസ്സിലായിരിക്കും പോയത്. മനസ്സിലായോ അതിന്റെ അർത്ഥം? ഇനി 16ാമത്തെ ശ്ലോകം. നമ്മൾ 15 നിർത്താന്ന് പറഞ്ഞാലേ 16 കൂടി എടുത്തിട്ട് പോവാം. ബ്രാജിഷ്ണുർ ഭോജനം ഭോക്ത. മറ്റേ ശ്ലോകത്തിന്റെ ഒന്ന് അടുപ്പിച്ച് പറയാൻ മറന്നു, ക്ഷമിക്കണേ ഭഗവാൻ. ഇനി അതിന് ലോകങ്ങളെ നിരീക്ഷണം ചെയ്യുന്നവൻ, ലോകാധ്യക്ഷ എന്ന് പറഞ്ഞാൽ ലോകങ്ങളെ നിരീക്ഷണം ചെയ്തുകൊണ്ട് സുരന്മാരുടെ അധ്യക്ഷനായിരിക്കുന്ന, അസുരന്മാരുടെ അല്ല സുരന്മാരുടെ, നന്മ ചെയ്യുന്ന സുരന്മാരുടെ അധ്യക്ഷനായിരിക്കുന്ന, ധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും നേരിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന, കാര്യരൂപത്തിൽ കൃതനായും കാരണരൂപത്തിൽ അകൃതനായും ഇരിക്കുന്ന, സൃഷ്ടികൾക്ക് വേണ്ടി 4 വിഭൂതികൾ അല്ലെങ്കിൽ 4 ശരീരങ്ങൾ എടുത്തിരിക്കുന്ന, തന്നെത്താൻ 4 മൂർത്തികളായി മാറിയിരിക്കുന്ന, ആ 4 മൂർത്തികൾ എന്ന് പറഞ്ഞാൽ വാസുദേവൻ, സംഘർഷണൻ, പ്രത്യുത്മനൻ, അനിരുദ്ധൻ, ഇങ്ങനെ 4 മൂർത്തികളായിരിക്കുന്ന, 4 ദംഷ്ടകളോടുകൂടി നരസിംഹ രൂപം എടുത്തിരിക്കുന്ന, 4 കൈകളോട് കൂടിയവനായിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃത ചതുരാത്മാ ചതുർവ്യൂഹ ചതുർദ്രംഷ്ട ചതുർഭുജ. ഭുജം എന്ന് പറഞ്ഞാൽ കൈ, ദ്രംഷ്ടം എന്ന് പറഞ്ഞാൽ പല്ല്. ഓക്കെ, ഇനി 16ാമത്തെ ശ്ലോകം. ബ്രാജിഷ്ണുർ ഭോജനം. ബ്രാജിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകാശമാകുന്ന ഏകരസത്തോടു കൂടിയവൻ. ഭഗവാൻ പ്രകാശമാണ്. ഭഗവാന് ഭയങ്കര തേജസ്സാണ്, ഭയങ്കര പ്രകാശമാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? തേജസ് ഇല്ലാണ്ടില്ല ഭഗവാന്. ഭയങ്കര തേജസ്സാണ്. ഭഗവാന്റെ മുഖം കാണുമ്പോൾ തന്നെ ഭയങ്കര തേജസ്സാണ്. അത് ഭഗവാനെ നമ്മൾ ആരാധിച്ച് വരുമ്പോൾ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്കും വരും. അപ്പൊ നമ്മൾക്കും ആ ഒരു തേജോമയമായിരിക്കുന്ന രൂപഭാവങ്ങൾ കിട്ടും. എപ്പോഴും ഭഗവത് നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക, സ്മരിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ സ്മരണ ചെയ്തുകൊണ്ടിരിക്കുക, ഭഗവാന്റെ പാദസേവനം ചെയ്തുകൊണ്ടിരിക്കുക, ഭഗവാനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 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 അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്കും വരും. അപ്പൊ നമ്മൾക്കും ആ ഒരു തേജസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് സൗന്ദര്യം ഉണ്ടാക്കാൻ നോക്കണ്ട, അതൊക്കെ ടെമ്പററിയാണ്, പോയി പോകും. അപ്പോ പ്രകാശമാകുന്ന ഏകരസത്തോടു കൂടിയവൻ ഭഗവാന് ഭയങ്കര പ്രകാശമയമാണ്.
പ്രകാശമാകുന്ന ഏകരസത്തോടു കൂടിയാണ്. സനൽകുമാർ പ്രഭുവിനെ ഞാൻ മനസ്സിൽ ആലോചിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വന്നു. ഹരേ കൃഷ്ണ. ഭോജനം, ഭോജ്യരൂപമാകയാൽ പ്രകൃതിയെ, അതായത് മായയെ ഭോജനം എന്ന് പറയുന്നു. മായയെ ഭോജനം, മായ എന്ന് പറഞ്ഞാലും ഭഗവാനാണ്. ഭഗവാന്റെ അന്തർശക്തി രാധാറാണി, ഭഗവാന്റെ ബാഹ്യശക്തി മായ. അപ്പൊ അത് ഭഗവാന്റെ ഭോജനം, ഭഗവാൻ ഭക്ഷിച്ചിരിക്കുകയാണ്, ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ് അതും ഇരിക്കുന്നത്. അതുകൊണ്ട് ഭോജനം എന്ന് പറയുന്നത്. ഭോക്ത, ഭോക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രാജിഷ്ണുർ ഭോജനം ഭോക്ത, പുരുഷ രൂപത്തിൽ പ്രകൃതിയെ അനുഭവിക്കുന്നവൻ. രാജാവിനെ പോലെ പ്രകൃതിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ പുരുഷ രൂപത്തിൽ. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? ഭോക്ത എന്ന് പറയുന്നത്. ഭോക്താവ് എന്ന് പറയാൻ എന്താ? സ്വീകരിക്കുക, അനുഭവിക്കുക. സഹിഷ്ണു, ഹിരണ്യാക്ഷരികളായിരിക്കുന്ന അസുരന്മാരെ സഹിക്കുന്നവൻ. ഒരുപാട് അസുരന്മാരെ ഭഗവാൻ സഹിക്കുന്നുണ്ട്. ദുർനടപ്പ് നടക്കുന്ന ആളുകളെയൊക്കെ ഭഗവാൻ സഹിച്ചു പിടിച്ചിരിക്കുക, അധക്കരിക്കുകയാണ് ഭഗവാൻ. വയ്യ, ഇരിക്കട്ടെ, ഒരു സൈഡ് ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് പറയുന്നത് സഹിഷ്ണുർ, സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ജഗാദിജ, ജഗദാദിജ. ജഗദാദിജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത്തിന്റെ ആദിയിൽ സ്വയം ജനിക്കുന്നവൻ. ഈ ലോകം തുടങ്ങുമ്പോഴേ ഭഗവാനും വന്നു. അതായത് ഭഗവാന്റെ ഉള്ളിലാണ് ലോകം ഇരിക്കുന്നത്. ഒരു മാതൃ യോനിയിൽ നിന്നല്ല ഭഗവാൻ വന്നത്. ഭഗവാന്റെ മുമ്പേ ഒന്നുമില്ല, എല്ലാം ഭഗവാന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ജഗദാദിജ. ജഗം എന്ന് പറഞ്ഞാൽ ലോകം. ജഗത്ത് ഉണ്ടാവുമ്പോൾ ആദിയിൽ സ്വയം ജനിക്കുന്നു. ഈ ലോകം ഉണ്ടാവുന്നതേ ഭഗവാനിൽ നിന്ന്. അനഘ, അനഘ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ശ്ലോകത്തിൽ അനഘോ എന്ന് വായിക്കണം കേട്ടോ. അനഘോ, വിജയോ, അനഘ, അനഘോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാപമില്ലാത്തവൻ. ഒരു പാപവും ഇല്ലാത്തവനാണ് ഭഗവാൻ അനഘോ എന്ന് വിളിക്കുന്നത്. ഭഗവാന്റെ നാമമാണ് അനഘ എന്ന് പറയുന്നത്. ഓക്കെ. വിജയ, വിജയ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം മുതലായ ഗുണങ്ങളെ കൊണ്ട് ലോകത്തെ ജയിക്കും ഭഗവാൻ. ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടുമാണ് ഭഗവാൻ ലോകത്തെ ജയിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? വിജയോ എന്ന് പറയുന്നത്. ജേധ, ജേധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ഭൂതങ്ങളെയും ജയിക്കുന്നത് ശീലമായിട്ടുണ്ട്. ഭഗവാന് തോൽവിയില്ല, എല്ലാ ഭൂതങ്ങളെയും ഭഗവാൻ ജയിക്കും. എല്ലാത്തിലും ഉത്കൃഷ്ടമായിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ജേധ എന്ന് വിളിക്കുന്നത്. ഭഗവാനേക്കാൾ വലിയൊരു വിജയി ഇല്ല. വിശ്വയോനി, വിശ്വത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്നതാണ് ഭഗവാൻ. അനഘോ വിജയോ ജേതാ വിശ്വയോനി. അത് നമ്മൾ പഠിച്ചു. വിശ്വയോനി എന്ന് പറഞ്ഞാൽ ഈ ലോകം ജനിച്ചതേ ഭഗവാനിൽ നിന്ന്, ഈ ലോകം ഉണ്ടായതേ ഭഗവാനിൽ നിന്നാണ്. പുനർവസു, പുനർവസു എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞന്റെ രൂപത്തിൽ വീണ്ടും വീണ്ടും ശരീരങ്ങളിൽ വസിക്കുന്നവൻ, പാവമല്ലാത്തവൻ. വീണ്ടും വീണ്ടും ശരീരങ്ങളിൽ വസിക്കുന്നവൻ. എല്ലാ ശരീരങ്ങളിലും ഭഗവാനുണ്ട്. എന്നിലും നിന്നിലും അവനിലും ഇവനിലും എല്ലാത്തിലും ഉണ്ട്. മേലെയും കീഴേയും താഴെയും ഉള്ളിലും പുറത്തും സൈഡിലും ഒക്കെ ഭഗവാനുണ്ട്. അതായത് എല്ലാ ശരീരങ്ങളിലും വീണ്ടും 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 ഭഗവാൻ വസിക്കും. നമ്മൾ എത്ര കോടി ജന്മം എടുത്താൽ ആ ജന്മങ്ങളിലെല്ലാം ഭഗവാനും കൂടെയുണ്ട്. കൂടെ നടന്ന് നമ്മളെ നന്നാക്കിക്കൊണ്ടിരിക്കുക ഭഗവാൻ. ഓക്കെ. അപ്പോ എന്താ പഠിക്കേണ്ടത്? പ്രകാശമാകുന്ന രൂപത്തോടുകൂടി ഈ പറയുന്ന പ്രകൃതിയെ ഭഗവാൻ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, ഭോജനം ചെയ്തിരിക്കുകയാണ്. പുരുഷ രൂപത്തിൽ ഒരു രാജകീയമായിരിക്കുന്ന ഒരു പുരുഷനെ പോലെ, രാജാവിനെ പോലെ ഈ പ്രകൃതിയെ അനുഭവിച്ചുകൊണ്ട് ഹിരണ്യാക്ഷനെ പോലെയുള്ള ഹിരണ്യാക്ഷാദികളായിരിക്കുന്ന കുറെ അസുരന്മാരെ, ഹിരണ്യകശുവിനെ പോലെയൊക്കെയുള്ള ഒരുപാട് അസുരന്മാരെ സഹിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് സഹിഷ്ണു എന്ന് വിളിക്കുന്നത്, ഇവരെയൊക്കെ സഹിച്ചുകൊണ്ട് ജഗദാദിജ, ഈ ലോകം ഉണ്ടാകുമ്പോൾ തന്നെ ഭഗവാനും വന്നു. ആ ജഗത്തിന്റെ ആദിയിൽ ഭഗവാൻ, ഈ ലോകത്തിന്റെ ആദിയിൽ തന്നെ സ്വയം ഭഗവാൻ വന്ന് അനഘോ, പാപമില്ലാതെ, ഒരു പാപവും ഇല്ലാത്ത ഭഗവാൻ, വിജയ, അതായത് ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം ഇതുകൊണ്ടൊക്കെ ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ട് ജയിച്ചുകൊണ്ട്, ജേധ, സകല ഭൂതങ്ങളെയും എല്ലാവരെയും ജയിക്കുന്നത് ഭഗവാനാണ്. ഭഗവാനേക്കാൾ മുകളിൽ ഒരു ജേതാവില്ല. വിശ്വയോനി, ഈ ലോകത്തിന്റെ മാതാവ്, ഈ ലോകം ജനിക്കുന്നതേ ഭഗവാനിൽ നിന്നാണ്. പുനർവസു, വീണ്ടും വീണ്ടും ശരീരം എടുക്കുന്തോറും ആ ശരീരങ്ങളിലെല്ലാം ഭഗവാൻ വസിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പൊ നമ്മള് 16 ശ്ലോകം എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ ഷൂട്ട് നേരത്തെ കഴിയുകയാണെങ്കിൽ നേരത്തെ വരെ.
ഉച്ചയ്ക്ക് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നാളെ നോമായിരിക്കും. ഇപ്പോൾ ബലിയാട് സാരില്ലേ പൂട്ട്. മിക്കവാറും നാളെ ശിവരാത്രി നൈറ്റ് ഷൂട്ട്. സാരില്ല, നേരത്തെ വന്നാൽ നേരത്തെ എടുത്തരാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഭഗവാന്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ധാർമ്മികപരമായ ജീവിതം നയിക്കുക. ഇങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും, ഒരുപാട് ഒറ്റപ്പെടേണ്ടി വരും, ഒരുപാട് അപമാനിക്കപ്പെടേണ്ടി വരും, ഒരുപാട് വേദനിക്കപ്പെടേണ്ടി വരും. പക്ഷേ ആ ഭഗവാൻ കൂടെയുണ്ട്. ഓക്കെ മാതാജി. ജന്മ ഭൂണ്യങ്ങളെ പാദ നമസ്തേ. എനിക്ക് മെസ്സേജ് ഇടണം, അതിൻ്റെ അർത്ഥം എന്താണ്? ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ, സന്തോഷമായിട്ടിരിക്കും. ഇന്നമ്മ ഒരു ചാക്ക് തുളസിയും വെച്ചിരിക്കുന്നുണ്ട്. പൊന്നു ഗുരുവായൂരപ്പ, എന്ന് തീരുവാകും ഒരറിവുമില്ല. എപ്പോഴാ ബിന്ദമ്മേ തീർന്നേ? കാണിച്ചേ ചാക്കും കെട്ട്. ഭഗവാനെ പൂജിക്കാനുള്ള ചാക്കും കെട്ട് എന്തുമാത്രം നോക്കി നോക്കട്ടെ. തുളസി കാണിച്ചേ. കാണുന്നില്ലല്ലോ. മറ്റേതെന്താ തെച്ചിപ്പൂവ്. ബിന്ദമ്മ പാവം. ഇപ്പം ഞാനും കൂടി കൂടും, എന്നിട്ട് അത് വേഗം വേഗം ഒന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഭഗവാന്റെ തുളസി എന്നാക്കാൻ എത്ര എളുപ്പമുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ആരും അടുത്തില്ലല്ലോ. ഇവിടെ കുറച്ച് മാതാജിമാരുണ്ട് ഇവിടെ ചെന്നൈയിൽ. അവരൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് ശരിയാക്കാം. ഓക്കെ, അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ക്ലാസ്സൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എന്തുണ്ടെങ്കിലും മഞ്ജരീസിൻ്റെ 93 ശുഭരാത്രി സ്തുതി 93 42 49 49 41 ഒരു മെസ്സേജ് തരിക. പിന്നെ നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം വായിക്കുക, ഭഗവാനെ സമർപ്പിക്കുക. പിന്നെന്താ പറയാൻ വന്നേ? മഞ്ജരീസിൻ്റെ അതെ ഷൂട്ടിന് പോകണം. മഞ്ജരീസിൻ്റെ ക്ലാസ് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാവാൻ വേണ്ടിയിട്ട് വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. എല്ലാവരും ചോദിക്കുന്നു മഞ്ജരീസിൽ അംഗമാവാനല്ലേ, മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ, ഈ ക്ലാസ്സിൽ കയറാൻ എന്തെങ്കിലും ഫോർമാലിറ്റീസ്? ഒരു ഫോർമാലിറ്റീസും ഇല്ല. 93 42 49 49 41 ഒരു വാട്സപ്പ് മെസ്സേജ് തരാം. ഹരേ കൃഷ്ണ, എൻ്റെ പേര് ഇതാണ്, ഞാൻ യൂട്യൂബിലൂടെ ക്ലാസ് കാണുന്നു, ഇനി അതല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിലൂടെ ക്ലാസ് കാണുന്നു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് തരാം. ഞാനത് നേരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കൊടുക്കും, അവരത് ആഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു ഫോർമാലിറ്റീസും ഇല്ല. നമ്മുടെ ക്ലാസ്സൊക്കെ തികച്ചും ഫ്രീ ആണ്. ഏപ്രിൽ 1 മുതൽ കുട്ടികൾക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നോ ഫീസ്. വീണ്ടും പറയുന്നു, 1 രൂപ ഇല്ലാതെയാണ് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ആരും ഫീസ് ചോദിക്കേണ്ട, ഫീസ് ഒന്നുമില്ല. പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ടാണ് മക്കൾക്ക് ക്ലാസ്. ഓക്കെ, കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ ക്ലാസ്. ഒരു 2 മണിക്കൂർ അവരെ പിടിച്ചിരുത്തും, അത്ര തന്നെ. തീർച്ചയായിട്ടും പുഷ്പ മാതാജി അടുത്തായിരുന്നെങ്കിൽ വലിയ ചാക്ക്, ഇത് മാത്രമല്ല കേട്ടോ, ഇങ്ങനത്തെ 2 ചാക്ക് വേറെ ഉണ്ട്. തുളസി ഒരുപാട് വേണ്ടേ, അതുകൊണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. അപ്പോൾ വരുന്ന വെള്ളിയാഴ്ച വേദവ്യാസ ജയന്തിയുടെ അന്ന് അന്നദാനം കൊടുക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈവ് കാണാൻ മാക്സിമം ഷെയർ ചെയ്യുക. തെരുവിൽ കിടക്കുന്ന ജീവാത്മാക്കൾക്കുള്ളിലും പരമാത്മാവായിരിക്കുന്ന ഭഗവാനുണ്ട്. അവർക്ക് നമുക്ക് അന്നം വിളമ്പാം ഒരേ മനസ്സോടെ. ഹരേ കൃഷ്ണ.